അങ്ങനെ ഫൈനലി ആഫ്റ്റർ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഡേയ്സ് വി ആർ ബാക്ക് വിത്ത് അവർ കോമിക് എക്സ്പ്ലനേഷൻസ്. ഈ DC വേഴ്സസ് വാമ്പയേഴ്സ് ഓൾറെഡി ഞാൻ കുറേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരുപാട് പേര് കമൻസ് ആയിട്ടും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആക്ച്വലി ഒരൊറ്റ വീഡിയോയിൽ മൊത്തം ഒരു ഫിനാലായിട്ട് കൺക്ലൂഡ് ചെയ്ത് നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല. കാരണം അതാകെ ഞാനിപ്പോൾ 8 ഇഷ്യൂസ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇനിയും കൊട്ടക്കണക്കിന് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ കൂടി ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിൻ്റെ ബാലൻസ് ഇഷ്യൂസ് പ്രകാരം ഓരോരോ ഇഷ്യൂ ഇട്ട് പോകാനാണ് ഇപ്പം എൻ്റെ പ്ലാന്. പക്ഷേ ആ പ്ലാനിൽ മാറ്റം വരുത്തണോ വേണ്ടെന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസ് പോലെ ഇരിക്കും ആ വീഡിയോ ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കാരണം നിങ്ങൾ മാക്സിമം നിങ്ങളെ കോമിക്സ് കാണുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഓൾറെഡി ചാനൽ പണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുക. അതിനുശേഷം ഈ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഡിസീസ് ടു ഇൻജസ്റ്റിസ് ഒക്കെ ചെയ്ത പോലെ തന്നെ ഇഷ്യൂസ്ഡ് വൈസ് ആയിട്ട് തന്നെ പോകും. അതല്ലെങ്കിൽ വേറൊരു വീഡിയോയിൽ മൊത്തം കൺക്ലൂഷനായിട്ട് നമ്മൾ നിർത്തുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഒരു 2-3 ഇഷ്യൂസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല ഓൾറെഡി ഒരുപാട് പേർക്ക് ടച്ച് വിട്ട് പോയിട്ടുണ്ടാവും. അതായത് ഇതിന് മുമ്പുള്ള സ്റ്റോറീസൊക്കെ മറന്നു തന്നെ പോയിട്ടുണ്ടാവും. അങ്ങനെ ആ മറന്നവർക്ക് വേണ്ടിയിട്ടും പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ കൂടി ഇതിന് മുമ്പുള്ള എല്ലാ ഇഷ്യൂസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൻ്റെ ആ ബാക്കിയുള്ള ഇഷ്യൂസ് മാത്രം കണ്ടാൽ മതി എന്നുള്ളവർക്ക് കമൻറ്റ് സെക്ഷനിൽ ഞാൻ ടൈം പിൻ ചെയ്ത് വെച്ചേക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ കൂടുതൽ വേറെ ബോറടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോവാം. ഫസ്റ്റിന് കാണിക്കുന്നത് എൻ്റെ ഒരു വെള്ള ഡ്രസ്സ് മൂടി പോച്ചിട്ട് ഒരാൾ ദ ഹോൾ ഓഫ് ജസ്റ്റിസിന് മുമ്പിലേക്ക് നടന്നു പോകുന്നതാണ്. അങ്ങനെ പുള്ളി മനസ്സിൽ പറയാണ്, എനിക്കറിയാം ഇവിടേക്ക് വരുന്നത് ആപത്താണെന്ന്, പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. എനിക്ക് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ നിങ്ങളുടെ ഹെൽപ്പ് വേണം. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാവും. എൻ്റെ പേര് ആൻഡ്രൂ ബെനറ്റ്. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആലോചിച്ച് പോലും നോക്കാൻ പറ്റാത്ത അത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടിയാണ്. ഇവിടേക്ക് എത്താൻ വേണ്ടി എനിക്ക് ഓടേണ്ടി വന്നു, ഒളിക്കേണ്ടി വന്നു, ഫൈറ്റ് ചെയ്യേണ്ടി വന്നു, കൊല്ലേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാനൊരു വാമ്പയറാണ്. പക്ഷേ എന്നെ തന്നെ ആരോ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് പുള്ളി ഇത് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഗ്രീൻ ആരോ പോലെ ഒരാൾ ഒമ്പൂച്ച് നിൽക്കുന്നത് കാണിക്കുകയാണ്. അങ്ങനെ അടുത്ത ആരും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും പുള്ളി വേഗം ആ ഹോൾ ഓഫ് ജസ്റ്റിസിലേക്ക് ഓടാൻ തുടങ്ങാണ്. അങ്ങനെ പുള്ളി വീണ്ടും പറയാണ്, എനിക്കറിയില്ല അവരാരാണെന്ന്. ബാക്കി ദിവസം കഴിയുന്നോറും അവർ എന്നോട് അടുത്തോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതു ആ ആളെ അമ്പ് വിട്ടിട്ട് ഇവൻ അടിച്ച് തെറുപ്പിക്കുകയാണ്. അങ്ങനെ ആ അമ്പ് കാരണം ഇവന്റെ ബോഡി തന്നെ കത്തി ഇല്ലാതാവാൻ തുടങ്ങാണ്. അവിടുത്തെ ജനങ്ങളൊക്കെ ഇവനെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ്. പക്ഷെ ഇവൻ കത്തി ജ്വലിച്ചോണ്ട് തന്നെ പറയാണ്, എനിക്കറിയില്ല അവരാരാണെന്ന്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാൻ എന്നെ സമ്മതിക്കുമെന്ന് പുള്ളി പറയാണ് ഗ്രീൻ ലാൻഡനോട്. അങ്ങനെ ആ ഹോൾ ഓഫ് ജസ്റ്റിസിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ ഗ്രീൻ ലാൻഡൻ. അങ്ങനെ ഈ കത്തി എരിഞ്ഞ് ഇവനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ജനങ്ങളോടല്ലാടും, നിങ്ങൾ പൊക്കോ, ഇനി ഇവനെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ വാമ്പയറിനെ അവർ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ആൻഡ്രൂ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ അവൻ എഴുന്നേറ്റിട്ട് ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഗ്രീൻ ലാൻഡൻ, നീ പേടിക്കണ്ട, നീ ഇപ്പോൾ ദ ഹോൾ ഓഫ് ജസ്റ്റിസിലാണ്. ഈ ലോകത്ത് സേഫ് ആയിട്ട് ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ അത് ഈ സ്ഥലമാണ്. നീ ഇപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന പറയാണ്. അപ്പൊ തന്നെ അവൻ പറയാണ്, എനിക്ക് ജസ്റ്റിസ് ലീഗുമായിട്ട് സംസാരിക്കണം എന്ന് പറയാണ്. അപ്പൊ തന്നെ ഗ്രീൻ ലാൻഡ്, ഇപ്പൊ ജസ്റ്റിസ് ലീഗിലെ ബാക്കി മെമ്പേഴ്സ് ഒന്നും ഇവിടെ ഇല്ല, ഞാനും ഒരു മെമ്പർ തന്നെയാ, നീ എന്നോട് പറയാന്ന് പറയാണ്. അപ്പൊ തന്നെ ഇല്ല, എനിക്ക് എല്ലാവരുമായിട്ട് സംസാരിക്കണം, ഈ വേൾഡ് തന്നെ ആപത്തിലാവാൻ വേണ്ടി പോവാണെന്ന് പറയാണ്. അപ്പൊ തന്നെ ആ ഗ്രീൻ ലാൻഡൻ പറയാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ജസ്റ്റിസ് ലീഗൊക്കെ ഇപ്പോൾ ഓഫ് പ്ലാനറ്റ് ആണ്. അവർ വേറൊരു മിഷന് വേണ്ടി വേറൊരു പ്ലാനറ്റിലേക്ക് പോയിരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ തിരിച്ചു വരുന്നവരെ അവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിനക്ക് എന്നോട് പറയാന്ന് പറയാണ്. അപ്പൊ ഇവിടെ വേറെ ആരും ഇല്ലെന്ന് അവൻ ചോദിച്ചതും അവിടേക്ക് വരികയാണ് ഒരു പയ്യൻ. ഇവനെ കണ്ടു, ഇതാരാണെന്ന് ചോദിച്ചതും പുതിയ റിക്രൂട്ടാണ്, ജാൻ എന്ന് പറയാണ്, വണ്ടർ കിഡ്സിലെ ഒരാളാണെന്നും പറയാണ്. അങ്ങനെ അവൻ ഇതാരാണെന്ന് ചോദിച്ചതും ഒരു വാമ്പയർ ആണെന്ന് പറയാണ് ആ ഗ്രീൻ ലാൻഡൻ. അപ്പൊ തന്നെ ആ വാമ്പയർ ഇവർ രണ്ടുപേരോടും, നിങ്ങൾക്ക് രണ്ടുപേർക്കും വാമ്പയർസിനെ കുറിച്ച് എന്താണ് അറിയാമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ആ പുതിയ വന്ന പയ്യൻ, എനിക്കറിയാം, നിങ്ങൾക്ക് മരിക്കാൻ പറ്റില്ലല്ലോ, അതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ശരി, അത് വിട്ടേക്ക്, നിങ്ങൾക്ക് ദ മാരി ക്വീൻ ഓഫ് ബ്ലഡിനെ കുറിച്ച് എന്താണ് അറിയാവുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ആ ലാൻഡൻ പറയാണ്, നിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് കയറുന്ന തെറ്റാണെന്ന് അറിയാം, എന്നാലും പറയാണ്, അത് നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ പുള്ളി പറയാണ്, അവൾ എൻ്റെ ലവർ ആയിരുന്നു ഒരിക്കൽ, പക്ഷെ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അവളെന്ന് പറയാണ്. പക്ഷെ അവളല്ല ഇപ്പൊ ഈ വാമ്പയർസിന്റെ ഒക്കെ പ്രസിഡന്റ് എന്ന് ചോദിക്കുകയാണ് ഗ്രീൻ ലാൻഡൻ. അതെ, മേരി ക്വീൻ ഓഫ് ബ്ലഡ് ഒരു വാമ്പയർ എൽഡറാണ്. അവളാണ് ദ ബ്ലഡ് റെഡ് മൂൺ എന്ന് പറഞ്ഞ കൾട്ടിന്റെ തന്നെ ലീഡർ. അവളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വാമ്പയർസിനോടുള്ള എഗ്രിമെന്റ് ആണ്. വാമ്പയർസും മനുഷ്യരും ഒരുമിച്ച് പോകാനുള്ള അവളുടെ ആഗ്രഹം, അതാണ് അവളുടെ ലോ. അവൾ ഒരാൾ കാരണം മാത്രമാണ് വാമ്പയർസ് മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യാതെ കഴിഞ്ഞ 100 കണക്കിന് വർഷങ്ങളായിട്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ തന്നെ ഗ്രീൻ ലാൻഡനും ആയതിനാൽ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവൻ പറയാണ്, ഇപ്പൊ അവള് മരിച്ചിരിക്കുകയാണ്, അവളെ ആരോ കൊന്നിരിക്കുകയാണ്. അവൾ ഒരാൾ മാത്രമായിരുന്നു വാമ്പയർസിനെ ഒരു വോറിൽ നിന്ന് തന്നെ പിടിച്ച് മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ തന്നെ ഗ്രീൻ ലാൻഡൻ ചോദിക്കുകയാണ്, അല്ല എനിക്കൊരു ഡൗട്ട്, അവൾ നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു, നിന്റെ ശത്രുവാണെന്നും പറഞ്ഞു,
സോ അവളെ കൊന്നത് നീയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അവന് അല്ലെന്ന് പറയാണ്. അവളുടെ മരണത്തെ തേടിയുള്ള ഉത്തരത്തിന് വേണ്ടി ആഴ്ചകളോളം ഞാൻ ഹണ്ട് ചെയ്തു. പക്ഷെ അതെല്ലാം എന്നെ ഒരു ഉത്തരവില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു കൊണ്ടെത്തിച്ചു. പക്ഷെ എല്ലാം ഒരേ ഒരു സ്ഥലത്തേക്ക് മാത്രമായിരുന്നു ലീഡ് ചെയ്ത്, ദ ലീജൻ ഓഫ് ഡൂം. എനിക്ക് കിട്ടിയ എല്ലാ ട്രേസും ആ ഒരു സ്ഥലത്തേക്കായിരുന്നു എന്നെ ലീഡ് ചെയ്ത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി തന്നെ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി അവളെ ആരായിരിക്കും എന്തിനായിരിക്കും കൊന്നിട്ടുണ്ടാവാന്ന് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയതും ഞാൻ തന്നെ ഞെട്ടി. കാരണം ആരാണോ മേരിയെ കൊന്നത് അവർ തന്നെ ഇവരെ എല്ലാവരെയും ഈ ലീജൻ ഓഫ് ഡൂമിനെയും കൊന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഏതോ ഒരു വാമ്പയറാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു റെവല്യൂഷൻ്റെ തന്നെ സ്റ്റാർട്ടായിരുന്നു, എന്തോ ഒരു ബിഗ്ഗർ പ്ലാനിൻ്റെ സ്റ്റാർട്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് മനുഷ്യന്മാരായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കുന്നതാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ പ്ലാൻ കണ്ടത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം വാമ്പേഴ്സിന്റെ വീക്ക്നെസ് ആയിട്ടുള്ള സണ്ണിനെ ഭൂമിക്ക് പുറത്തു വെച്ച് തന്നെ ഒരു വലിയ ഷീൽഡ് വെച്ച് ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യം തന്നെ ഹ്യൂമൻസിന്റെ ഏറ്റവും വലിയ പില്ലേഴ്സ് ആയിട്ടുള്ള സൂപ്പർമാൻ, ജോൺ കോൺസ്റ്റന്റൈൻ, വണ്ടർ വുമൻ, ഷസാം, സ്വാം തിങ്, സാത്തന, ജോക്കർ, റാസ് അൽ ഗുൽ, മജീഷ്യൻസ് ഇവരെല്ലാവരെയും ഇല്ലാതാക്കുക. എന്നിട്ട് ഒറ്റയടിക്ക് ഹ്യൂമൻസിന്റെ മൊത്തം വംശത്തെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക. ഇത് മനസ്സിലാക്കിയത് എനിക്ക് അവിടുന്ന് പുറത്തു കടന്ന് പുറലോകമായിട്ട് ഇത് പറയണമായിരുന്നു. പക്ഷെ അപ്പോഴാണ് പകുതി മരിച്ച അവനെ ഞാൻ അവിടെ കണ്ടത്, ലെക്സ് ലൂതർ. അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നവരെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് നീ അവരുടെ കൂടെ ഉള്ളതല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു അവൻ. അപ്പോൾ തന്നെ ഞാനും അല്ല, പക്ഷെ ആരാണ് അവർ? അപ്പം തന്നെ ലെക്സ് ലൂതർ പറയാണ്, ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരൊക്കെ ആയിരുന്നില്ല എന്നായിരുന്നു. നീ തന്നെ ഞെട്ടിപ്പോവും അതൊക്കെ ആരായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നീ അവരുടെ പ്ലാനൊക്കെ കണ്ടല്ലോ, നീ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ അവനും അതേന്ന് പറയാണ്. ഉടനെ ലെക്സ് ലൂതർ ഒരു പെന്നെടുത്തിട്ട് എന്തോ ഒരു പേപ്പറിൽ എഴുതിട്ട് നീ ഈ അഡ്രസ്സിലേക്ക് പോ, എന്നിട്ട് നീ കണ്ട കാര്യങ്ങളൊക്കെ അവരോട് പറയാന്ന് പറയാണ്. അപ്പം തന്നെ അത് വായിച്ചിട്ട് ഇവിടേക്കോ, അല്ല ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെ എന്നെ വിശ്വസിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ലെക്സ് ലൂതറും വിത്ത് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിറിഞ്ച് എടുത്തിട്ട് അവൻ്റെ ബ്ലഡ് എടുത്തിട്ട് ആ ബെന്നറ്റിന് കൊടുക്കുകയാണ്. എന്നിട്ട് പുള്ളി പറയാണ് അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, അതിന് മുമ്പ് നീ ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. എന്നിട്ട് പോകുന്നതിന് മുമ്പേ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, എന്നെ കൊല്ലാൻ വേണ്ടി പറയാണ് ലെക്സ് ലൂതർ. എന്നിട്ട് ലെക്സ് ലൂതർ പറയാണ്, ഞാൻ ഒരുപാട് പേരെ അവരിൽ ടേക്ക് ഡൗൺ ചെയ്തു, പക്ഷേ ഇനി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ വയ്യ, അവർ എന്നെ അവരെ പോലെ ആക്കി മാറ്റും, എനിക്കത് വേണ്ട, എന്നെ കൊല്ലാൻ വേണ്ടി പറയാണ്. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി പറയാണ്, എന്തൊക്കെയാണെങ്കിലും ഈ വേൾഡിനെ രക്ഷിക്കുകയാണെങ്കിൽ അത് ഞാനായിരുന്നു ചെയ്തതെന്ന് നീ പറയണമെന്ന് പറയാണ്. ഉടനെ തന്നെ അവരുടെ ഏജന്റായി മാറിയിട്ടുണ്ടായിരുന്ന ഗോറില്ല ഗ്രോഡും പിന്നെ ഏതോ ഒരു ചേച്ചിയും കൂടി അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഇവർ അവിടേക്ക് വന്ന ആൻഡ്രൂവിനെ അറ്റാക്ക് ചെയ്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അന്ന് തുടങ്ങിയതാണ് ഇവൻ്റെ ഈ യാത്ര. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രാവിലെ വരെ വാമ്പയേഴ്സിന് വീക്ക്നെസ് ആയിട്ടുള്ള സൺലൈറ്റിൽ വരെ ഇവൻ നടക്കാൻ തുടങ്ങി. എന്നിട്ട് പുള്ളി ഇവരോട് പറയാണ്, വാമ്പയേഴ്സ് ലീജൻ ഓഫ് ഡൂമിനെ തന്നെ ടേക്ക് ഓവർ ചെയ്തു, അവർ പല സ്ഥലത്തും വാമ്പയേഴ്സിനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരെവിടെ വേണമെങ്കിലും ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ തന്നെ ആ പയ്യൻ അതിന് തന്നെ ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രീൻലാൻഡും പറയാണ്, സോറി, പക്ഷെ എന്നാൽ അവൻ പറഞ്ഞാലും കാര്യമുണ്ട്, നീ പറയുന്നത് വാമ്പയേഴ്സ് ആണ് ഈ വേൾഡ് ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ പറയുന്നത് ഒരു വാമ്പയറും, സോ നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ വിശ്വസിച്ചേ പറ്റൂ, കാരണം എനിക്കിത് വിശ്വസിച്ച് പറയാൻ ജസ്റ്റിസ് ലീഗ് അല്ലാതെ വരുന്നില്ലെന്ന് പറയാണ്. അപ്പം തന്നെ ജസ്റ്റിസ് ലീഗ് അവിടെ എത്തിയെന്ന് പറഞ്ഞതു, എന്തായാലും അവരെ ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ സാൻ പോയതും ഉടനെ തന്നെ ഒരു ഗ്രീൻലാൻഡ് കൺസ്ട്രക്ഷൻ വന്നിട്ട് അവനെ ചുറ്റി പിണയാൻ തുടങ്ങാണ്. എന്നിട്ട് അതൊരു വേണ്ടാത്ത മൂവായിരുന്നു എന്ന് പറയാണ് നമ്മുടെ ഗ്രീൻലാൻഡൻ. എന്നിട്ട് പുള്ളിയുടെ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് ഇവനെയും കെട്ടി ചുറ്റി വെക്കാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇവനും ഒരു വാമ്പയറായി, ഈ ഗ്രീൻലാൻഡിനും ഒരു വാമ്പയറായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് ആ സാനിനെ ചുറ്റി കൊല്ലാൻ നോക്കുകയാണ് ഇവൻ. എന്നിട്ട് ആ ഗ്രീൻലാൻഡൻ റിങ്ങിന്റെ പവർ യൂസ് ചെയ്തിട്ട് ആ ഗ്രീൻലാൻഡൻ പറയാണ്, ആ വാമ്പയർ പറയാണ്, ഈ ഗ്രീൻലാൻഡൻ റിങ്ങിന്റെ മെയിൻ പവർ എന്താണെന്ന് അറിയോ? അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് റേസ് ആണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുട്ടി സൂര്യനാണ് ഈ റിങ് എന്ന് പറയുന്നത്. ഇതുപയോഗിച്ചാൽ വാമ്പയേഴ്സിന് എന്താവും നിനക്കറിയാലോ, കത്തി ഇല്ലാതാവും എന്ന് പറഞ്ഞിട്ട് ആ ആൻഡ്രൂ ബെന്നറ്റിനെ കത്തിച്ച് ഇല്ലാതാക്കാണ് ഈ ഗ്രീൻലാൻഡൻ വാമ്പയർ. അങ്ങനെ അവനെ കൊന്നിട്ട് ആ ഗ്രീൻലാൻഡൻ ആരെ കോൾ ചെയ്തിട്ട് പറയാണ്, അവനെ ഞാൻ തീർത്തു, അവൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാണ്. എന്നിട്ട് ആൻഡ്രൂയുടെ കയ്യിൽ നമ്മുടെ ലെക്സ് ലൂതർ കൊടുത്തിട്ടുണ്ടായിരുന്ന ബ്ലഡ് ഇവൻ ഇല്ലാതാക്കാണ്. ഉടനെ അങ്ങോട്ടേക്ക് അക്വമാൻ വന്നിട്ട് ബാറ്റ്മാൻ ഒരു അർജന്റ് മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ തന്നെ അക്വമാൻ എന്താണ് ആ താഴെ രക്തം പോലെ കിടക്കുന്നതെന്ന് വെച്ചൊരു ഒന്നുമില്ല, ഞാൻ കഴിച്ചപ്പോൾ കുറച്ച് സോസ് താഴെ വീണത്, അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ് ഹാല്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അന്ന് രാത്രി ബാറ്റ് കേവ് ആണ്. അങ്ങനെ ഒരു മിഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ബാറ്റ്മാൻ തിരിച്ചു വരികയാണ്. അപ്പൊ തന്നെ ആൽഫ്രഡ്, നിങ്ങളിത് തീർച്ചയായിട്ടും ഇപ്പൊ അറിഞ്ഞിരിക്കണം എന്ന് പറയാണ്. മുകളിൽ ആരോ വന്നിട്ടുണ്ട്, നിങ്ങളുമായിട്ട് ഇപ്പൊ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ് ആൽഫ്രഡ്. അപ്പൊ തന്നെ ബാറ്റ്മാൻ അത് ആരാണെന്ന് ചോദിച്ചിട്ട് എനിക്കറിയില്ല,
അവൻ്റെ ഫേസ് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ ഡാറ്റാബേസിലൊന്നും അവൻ്റെ മുഖം എനിക്ക് കിട്ടിയില്ല. മാത്രമല്ല ഒരു മമ്മിയെ പോലെ ദേഹത്ത് മൊത്തം ബാൻഡേജും ചുറ്റി കെട്ടിക്കൊണ്ട് ഒരു വിചിത്രമായ രൂപത്തിലാണ് അവൻ വന്നിരിക്കുന്നതെന്നും പറയാണ്. പക്ഷെ അവൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു ലെറ്ററും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ ബാറ്റ്മാനും കൊടുക്കുകയാണ്. അങ്ങനെ ബാറ്റ്മാനും ആ ലെറ്റർ വായിക്കുകയാണ്. അങ്ങനെ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ വന്നിരിക്കുന്ന ഒരു ഡേഞ്ചറസ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ക്ഷമിക്കണം, വേറെ വഴി എനിക്കില്ലായിരുന്നു. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം, ഈ ലോകത്തിന് നിങ്ങളുടെ ഹെൽപ്പ് വേണം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഓർമ്മ ഉണ്ടാവും, ഞാൻ ആൻഡ്രൂ ബെനറ്റ്, ഞാനൊരു വാമ്പയറാണ്. ഞാൻ ഇവിടെ എത്തിപ്പെട്ടെന്ന് എങ്ങനെയാണെന്ന് പോലും എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും കൊടൂരായിരുന്നു. എനിക്കറിയില്ല, എനിക്ക് പേടിയാവുന്നു. ഞാനൊരു വാമ്പയറാണ്, എന്നെ തന്നെ ആരോ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മളോട് ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അതായത് നമ്മുടെ ആൻഡ്രൂ ബെനറ്റ് ഡയറക്റ്റ് ആയിട്ട് പോയി ജസ്റ്റിസ് ലീഗിലെ ഹോൾ ഓഫ് ജസ്റ്റിസിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പുള്ളി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഓൾറെഡി ബാറ്റ്മാനോട് പറയാൻ വേണ്ടി വന്നത്. അതിനുശേഷമാണ് ഈ ലെറ്റർ കൊടുത്തിട്ട് പുള്ളി അങ്ങോട്ടേക്ക് പോയത്. എന്നിട്ട് അപ്പം തന്നെ ആൽഫ്രഡ് ഒരു സിറിഞ്ചിൽ ബ്ലഡ് എടുത്തിട്ട് അവൻ എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു, ലെക്സ് ലൂഥർ ഈ വേൾഡിനെ രക്ഷിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ ഈ സിറിഞ്ച് എൻ്റെ കൈ തന്നെന്ന് പറയാണ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാൻ എന്തൊക്കെയോ കാര്യങ്ങൾ കത്തുകയാണ്. അങ്ങനെ അവിടെ ഈ ഇഷ്യൂ തീരാണ്. അസ്റ്റൻ കാണിക്കുന്നത് ഏതോ ഒരു പവർഫുൾ മാജിക് യൂസറിനെയാണ്. പുള്ളി അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് എന്തോ ഒരു പൂജയോ ഭജനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി പുള്ളിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇവൻ നീ എന്തൊക്കെ അടവലെടുത്താലും എൻ്റെ അടുത്ത് എത്താൻ പറ്റില്ലെന്ന് പറയാണ് ഇയാള്. എന്നാൽ പിന്നെ നോക്കിക്കളാന്ന് പറഞ്ഞ് കൃത്യം ആ ടൈമിൽ തന്നെ പുള്ളിയുടെ പ്രൊട്ടക്ഷൻ ഷീൽഡൊക്കെ ഇടിച്ച് തകർത്ത് നമ്മുടെ വാമ്പയർ ആയിട്ടുള്ള ഗ്രീൻ ലാൻഡൻ ഹാൽ ജോർഡൻ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ അയാളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ നിന്റെ മാജിക് സ്ട്രോങ് ആണ്, പക്ഷെ അതിലും സ്ട്രോങ് ആണ് എൻ്റെ വിൽ പവർ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ആ ഗ്രീൻ ലാൻഡൻ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് ആ മാജിക് യൂസറിനെ ഇല്ലാതാക്കാണ്. അങ്ങനെ ഇവൻ അവനെ കൊന്നിട്ടിട്ട് മാസ്റ്റർ ഞാൻ അവനെ തീർത്തെന്ന് പറഞ്ഞു, നീ ഇവനെ തീർത്തു, പക്ഷെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ജോലിയിൽ നീ തോറ്റെന്ന് പറയാണ്. ആൻഡ്രൂ ബെനറ്റ് ആഴ്ചകളോളം പുറത്തുണ്ടായിരുന്നു. നീ അവനെ കൊല്ലുന്നതിന് മുമ്പ് ആരൊക്കെ അവൻ മീറ്റ് ചെയ്തിട്ടുണ്ടാവും, ആരോടൊക്കെ അവൻ നമ്മുടെ പ്ലാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ഹാൽ ജോർഡനും അങ്ങനെ അവൻ ആരോടും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം കൊണ്ട് ഈ ചവിട്ടുകൊട്ടലിട്, ആരോടെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടാവും, അവൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുക, അവൻ ആരൊക്കെ മീറ്റ് ചെയ്യാനാണോ സാധ്യത ഉണ്ടായിട്ടുള്ളത് അവരെയൊക്കെ കൊന്നുകളാന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വെയിൻ മാനറാണ്. അങ്ങനെ അവിടെ നമ്മുടെ ബാറ്റ്മാൻ പുള്ളിയുടെ ഫാമിലി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇപ്പോൾ ഉള്ള ക്യാരക്ടേഴ്സാണ് നമ്മുടെ ബാറ്റ് ഗേൾ, ബാറ്റ് വുമൺ, റെഡ് ഹുഡ്, നൈറ്റ് വിങ്, ഡാമിയൻ, റോബിൻ എല്ലാവരും ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും വിളിച്ചിട്ട് നമ്മുടെ ബാറ്റ് മെമ്പറാണ്. കഴിഞ്ഞ ദിവസവും എന്നെ കാണാൻ വേണ്ടിയിട്ട് ആൻഡ്രൂ ബെനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാമ്പയർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടേക്ക്. ഇത് കേട്ടത് നമ്മുടെ നൈറ്റ് വിങ് ഡിക്രേഷൻ ആകെ ഞെട്ടാണ്. എന്ത് വെയിൻ മാനറിലേക്ക് വന്നെന്നോ? അതായത് നിങ്ങളുടെ സീക്രട്ട് ഐഡന്റിറ്റി ബ്രൂസ് വെയിൻ ആണെന്നുള്ളത് അവൻ എങ്ങനെയായിരുന്നു? ആരാണ് അവനോട് ഇതൊക്കെ പറഞ്ഞു ചോദിക്കാണ്. അപ്പൊ തന്നെ ബാറ്റ്മാനും ലെക്സ് ലൂഥർ ആണെന്ന് പറയാണ്. അപ്പൊ തന്നെ ബാറ്റ്മാനും ഇപ്പൊ അതല്ല പ്രശ്നം, അവൻ പോകുന്നതിന് മുമ്പേ ഒരു നോട്ട് ആൽഫ്രഡിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കണ്ടന്റാണ് ഇപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കാൻ കാരണം എന്ന് പറയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ആൽഫ്രഡ് അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും കാപ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാറ്റ്മാൻ വീണ്ടും പറയാണ്, ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ആൻഡ്രൂ ബെനറ്റിനെ ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അവൻ്റെ ട്രാക്സ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ വാഷിങ്ടൺ DC-ലേക്കായിരിക്കണം പോയിട്ടുണ്ടാവേണ്ടത്. അതിനുശേഷം അവനെക്കുറിച്ചുള്ള ഒരു അറിവ് എനിക്കില്ല. എന്തിനായിരിക്കും? ലെക്സ് ലൂഥറിനെ കുറിച്ചുള്ള ഒരു അറിവ് പോലുമില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഭൂമിയിൽ നിന്ന് തന്നെ അവൻ മറഞ്ഞു പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ്. ആൻഡ്രൂ ബെനറ്റ് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണെങ്കിൽ വാമ്പയേഴ്സ് ഹ്യൂമാനിറ്റിക്ക് നേരെ ഒരു വാർ തന്നെ അൺലിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡാമിയന് ബാറ്റ്മാൻ ചായ കൊടുക്കാണ്. അപ്പൊ തന്നെ ഡാമിയൻ ഈ തന്തപ്പടി ഇങ്ങനെയൊന്നും ചെയ്യൂലല്ലോ എന്ന് ആലോചിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കുറച്ച് മെറ്റാ ഹ്യൂമൻസിനാണ്. അങ്ങനെ ഇവരൊക്കെ അവിടെ ഇരുന്ന് എന്തോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അതായത് വാമ്പയേഴ്സ് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അവരെന്തോ ചെയ്യാൻ വേണ്ടി പോവാണെന്ന്. അങ്ങനെ ഈ മെറ്റാ ഹ്യൂമൻസ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരുട്ടിന്ന് ആരോ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ അങ്ങോട്ട് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ഗ്രീൻ ആരോ ആണ്. അങ്ങനെ പുള്ളി വന്നപ്പോൾ തന്നെ ആരും പേടിക്കണ്ട, നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയാണ്. അപ്പൊ തന്നെ പിന്നെ നീ എന്തിനാണ് ഈ ആരോ പിടിച്ച് നിൽക്കുന്നതെന്ന് ആ മെറ്റാ ഹ്യൂമൻസ് ചോദിച്ചത്. ആക്ച്വലി ഇവർ വിലന്മാരാണേ. ഇവർ ചോദിച്ചത് നീ ഇവിടെ ഞങ്ങളെ എല്ലാവരെയും കൊല്ലാൻ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഞങ്ങളിൽ ആരെയോ കൊല്ലാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് അവരെല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാവാണ്. അപ്പൊ തന്നെ ഇവരോട് മാസമായിട്ട് നമ്മുടെ ഗ്രീൻ ആരോ പറയാണ്, നിങ്ങളെ കൊല്ലാനാണെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും അത്. പക്ഷെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ പറയുന്നത് കുറച്ച് ബുദ്ധിമോശമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ എന്നാലും അതാണ് സത്യം. വാമ്പയേഴ്സ് ഇപ്പൊ ഹ്യൂമാനിറ്റിയെ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അവർ ആദ്യം തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് മെറ്റാ ഹ്യൂമൻസിനെയാണ്. കാരണം മെറ്റാ ഹ്യൂമൻസിലെ അവർക്ക് ത്രെട്ടായിട്ടുള്ളവരെ ആദ്യം കൊന്ന് അവരുടെ പക്ഷത്തായി വാമ്പയേഴ്സ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരെന്ന് പറയാണ്. കുറച്ചു പേർക്കെങ്കിലും വിചാരിക്കൂ ഈ ഗ്രീൻ ആരോയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ അറിയാവുന്നതെന്ന്. കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ പുള്ളി വീണ്ടും അവരോട് പറയാണ്, പിന്നെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നല്ല, കാരണം നിങ്ങളിൽ ഒരാൾ ഇപ്പൊ വാമ്പയറാണ്, അയാൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയാണ്. അപ്പൊ തന്നെ അതിലുള്ള ഒരാളോട് നമ്മുടെ ഗ്രീൻ ആരോ
ഞാൻ പറഞ്ഞത് ശരിയല്ല എവറിമാൻ എന്ന് ചോദിച്ചതു ഇവൻ എന്തൊക്കെയാ പറയുന്നത്, ഇവൻ വാമ്പയർ ആണോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ പറഞ്ഞത് ശരി തന്നെയാണ് ആർച്ചർ എന്ന് പറഞ്ഞിട്ട് അവനൊരു വാമ്പയറായി ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ഉടനെ തന്നെ അവൻ ചാടി ഗ്രീൻ ആരോനെ അറ്റാക്ക് ചെയ്യാൻ വന്നതു ഐ എം സോറി എനിക്കിത് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു അമ്പെടുത്തിട്ട് പുള്ളി ഫയർ ചെയ്യാണ്. അത് കൊണ്ടതു അയാൾ കാറ്റിൽ തന്നെ അലിഞ്ഞു വരികയാണ്. ഇത് കണ്ടത് പേടിച്ചിരിക്കുന്ന ബാക്കിയുള്ള ആ മെറ്റാ ഹ്യൂമൻസ് 3 പേരും നീ അപ്പോൾ ശരിക്കും പറഞ്ഞു വരുന്നത് ഹ്യൂമൻസുമായിട്ടുള്ള ഒരു വാർ വാമ്പയേഴ്സ് തമ്മിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ഗ്രീൻ ആരോ ആ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വെയിൻ മാനറിൽ നമ്മുടെ ബാറ്റ്മാനും ഫാമിലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് ബാറ്റ്മാൻ പറയുന്നതൊന്നും വിശ്വാസമാവുന്നില്ല. അപ്പം തന്നെ ബാറ്റ്മാൻ പറയാണ്, ഞാൻ തമാശ പറയല്ല ബാർബറ, വർഷങ്ങൾക്ക് മുമ്പ് നിക്കോള ടേപ്സ് എന്ന് പറയുന്ന ദ മാഡ് മോഗ് എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു ഞാൻ അവൻ ആദ്യമായിട്ട് കാണുന്നത്. അവള് ഒരു വാമ്പയർ ആയിരുന്നു. ആ മാഡ് മോങ്കുമായിട്ടുള്ള ഫസ്റ്റ് എൻകൗണ്ടർ ആയിരുന്നു ഒരു സൂപ്പർ നാച്ചുറൽ പവറുമായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ്. അന്ന് ഞാൻ ഒരുപാട് യങ് ആയിരുന്നു. അതിനെക്കുറിച്ചുള്ള വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. അതിനുശേഷം ഈ ഭൂമിയിലുള്ള സകല സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഏതൊരു ഫൈറ്റിനും സൂപ്പർ നാച്ചുറലിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഫൈറ്റിന് ഇറങ്ങാറ്. അന്ന് ആ മാഡ് മോങ്ങിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് അവനുള്ള പവേഴ്സും അവൻ്റെ ഹങ്കറും വെച്ചിട്ട് ഹ്യൂമൻ റേസിനെ തന്നെ അവന് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അന്ന് അവനെ എന്തോ അത് തടഞ്ഞു. പക്ഷെ ഇന്ന് അവരുടെ ക്വീൻ ഇല്ലാതായിരിക്കുകയാണ്. അവൻ ഒരുത്തം മതി എല്ലാവരും ഇല്ലാതാക്കി. സോ നമുക്ക് എത്രയും പെട്ടെന്ന് ഓരോരുത്തരും ഹണ്ട് ചെയ്ത് പിടിക്കണം എന്ന് പറയാണ് ബാറ്റ്മാൻ. അപ്പം തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ അല്ല അവരിപ്പോൾ ആരെയായിരിക്കും ആദ്യം തന്നെ കൊല്ലാൻ പ്ലാൻ ഇട്ടുണ്ടാവുക, എന്തായിരിക്കും അവരുടെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം തന്നെ ബാറ്റ്മാൻ നമ്മൾ ആദ്യം അവരാരെയായിരിക്കും കൊല്ലാന്നല്ല, അവരാരെയായിരിക്കും വാമ്പയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് വേണം നമ്മൾ ആലോചിക്കാമെന്ന് പറയാണ്. അപ്പം തന്നെ ഡാമിയനും റെഡ് ഹുഡും പറയാണ് തീർച്ചയായിട്ടും അവർ ചെറുതിൽ നിന്ന് തുടങ്ങാനേ ചാൻസ് ഉള്ളൂ. ആദ്യം അവർ ലക്ഷ്യമാക്കിയിട്ടുണ്ടാവുക ടീൻ ടൈറ്റൻസിനായിരിക്കും, എന്നിട്ടായിരിക്കും അവർ വലിയ ഹീറോസിലേക്ക് പോകത്തുള്ളൂ എന്നും പറയാണ്. അപ്പം തന്നെ ബാറ്റ്മാൻ പുള്ളിയുടെ ഒരു പേടിയും കൂടി പറയാണ്, ടീൻ ടൈറ്റൻസിൽ നിന്ന് തുടങ്ങി അവിടെ നിർത്തിയ ഭാഗ്യവും. പക്ഷേ അവർ മെയിൻ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സായ വണ്ടർ വുമൺ, മാർഷ്യൻ മാനാൻഡർ, അക്വാമാൻ, എല്ലാത്തിനുപരി സൂപ്പർമാൻ ഇവരൊക്കെ വാമ്പയേഴ്സാക്കി മാറ്റിയ പിന്നെ നമ്മൾ തോറ്റെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ദ ഹോൾ ഓഫ് ജസ്റ്റിസ് ആണ്. അങ്ങനെ അവിടെ ആ വണ്ടർ കിഡ്സിലെ ഒരു പെണ്ണ് അവളുടെ ബ്രദർ എവിടെയെന്ന് ചോദിക്കുകയാണ് വണ്ടർ വുമനോട്. അതായത് ഇതിലുള്ള ഇവരുടെ ബ്രദറിനെയാണ് നേരത്തെ നമ്മുടെ ഹാൽ ജോർഡൻ ചുരുട്ടി കൊല്ലാൻ നോക്കിയില്ല ആൻഡ്രൂ ബെനറ്റ് ഉള്ളപ്പോൾ അത്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് നമ്മുടെ ഹാൽ ജോർഡൻ ഒന്നും അറിയാത്ത പോലെ അവൻ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടാവും ഇപ്പം തന്നെ വരുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാർട്ടി. അപ്പം തന്നെ അവിടെയുള്ള ബൂസ്റ്റർ ഗോൾഡ് നീ വെറുതെ ഇങ്ങനെ ബേജാറാവലടോ, അവൻ വല്ല ചില്ലിയാവൻ എങ്ങാനും പോയതായിരിക്കും ഇപ്പോൾ വരുന്നൊക്കെ പറയാണ്. അതിനുശേഷം പിന്നെയും കാണിക്കുന്നത് ആ വെയിൻ മാനറാണ്. അങ്ങനെ റെഡ് ഹുഡ് ചോദിക്കുകയാണ്, സോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആരും ഇപ്പോൾ വാമ്പയർ ആയിട്ടുണ്ടാവാന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ വിശ്വസിക്കണം എന്ന് ചോദിക്കുകയാണ് റെഡ് ഹുഡ്. അപ്പം തന്നെ ഇവരെ കുറിച്ച് ചായയിൽ എന്തോ ഡൗട്ട് അടിച്ചിട്ട് ബാറ്റ്മാൻ ആരെയും വിശ്വാസമില്ലെന്ന് പറയാണ്. അപ്പം തന്നെ ഡാമിയൻ അവൻ്റെ ചായ മറിച്ച് കളഞ്ഞിട്ട് എനിക്ക് അപ്പോഴേ അറിയാണ് ഈ തന്തപ്പടി ചായ കൊണ്ടു തന്നപ്പോൾ ഇതിൽ എന്തോ ഒരു അൽക്കുലത്ത് പരിപാടി ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. എടോ തന്തപ്പടി താൻ എന്താണോ ചെയ്ത് ഇതിൽ പോയിസൺ എങ്ങാനും മിക്സ് ചെയ്തോന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ബാറ്റ്മാൻ പറയാണ്, ഇല്ല ഡാമിയൻ ഞാൻ അതിൽ പോയിസൺ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നിങ്ങളുടെ ആ കോഫി ഉണ്ടാക്കിയിരിക്കുന്നത് ദ ഹോളി വാട്ടർ വെച്ചിട്ടാണ്. ഒരു പക്ഷേ നിങ്ങളൊരു വാമ്പയർ ആയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ കത്തിച്ചാമ്പലായിട്ടുണ്ടാവും. മാത്രമല്ല എപ്പോഴത്തെയും പോലെ നമ്മുടെ ബാറ്റ് കേവിലല്ല ഞാൻ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സൺലൈറ്റ് കിട്ടുന്ന നോർമൽ റൂമിലാണ്. എന്നിട്ട് നിങ്ങളാരും വാമ്പയർ ആയിട്ടില്ല, അതിനർത്ഥം നിങ്ങളെല്ലാവരും വാമ്പയേഴ്സ് അല്ലാന്ന് തന്നെയാണ്. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്നും പറഞ്ഞിട്ട് ഇനി നിങ്ങൾ വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനും കാണിക്കാനും ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അവരെയും കൊണ്ട് ബാറ്റ്മാൻ നേരെ ബാറ്റ് കേവിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് ഒരു കുരിച്ചെടുത്തിട്ട് എല്ലാവരുടെ കയ്യിലും അത് കൊടുക്കുകയാണ്. അങ്ങനെ ബാറ്റ്മാൻ ഒരു പരിധി വരെ വാമ്പയേഴ്സിൽ നിന്ന് നിങ്ങളെ ഇത് പ്രൊട്ടക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ കുരിശ് വീതം കൊടുക്കുകയാണ്. ബാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ട് ആ വാമ്പയേഴ്സിനെ തടയാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്തിനാ ഈ കുരിശ കൊടുത്തിട്ട് പള്ളിയിലെ പരിപാടി ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബാറ്റ്മാൻ ഇനി നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു കർട്ടൺ മാറ്റുകയാണ്. അങ്ങനെ അവിടെ ഉള്ളത് മൊത്തം വെപ്പൺസ് ആണ്. അതും ഹൈ ആർട്ടിലറി വെപ്പൺസ് അല്ല, ജസ്റ്റ് ഈ അമ്പും ബില്ലും പോലത്തെ ഒരുപാട് വെപ്പൺസ്. അങ്ങനെ ഇതൊക്കെ കണ്ടത് നമ്മുടെ ഡിക്രേഷൻ ഈ അമ്പും ബില്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ വാമ്പയേഴ്സിനെ പിടിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ബാറ്റ്മാനും നമ്മൾ പിടിക്കാനല്ല ചിലപ്പോൾ കൊല്ലേണ്ടി വരുന്നവരാണ്. അങ്ങനെ ഇത് കേട്ടതു ബാറ്റ്മാൻ നിങ്ങൾ തന്നെയാണോ കൊല്ലണ്ടി വരും എന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചൊരു അതിൽ കാര്യമില്ല, കാരണം ഓൾറെഡി മരിച്ച ആൾക്കാർ തന്നെയാണെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അന്ന് നൈറ്റ് ഏതോ ഒരു ഐലൻഡാണ്. അവിടെ നമ്മുടെ ബാരി ആലൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്, ദ ഫ്ലാഷ്. ഉടനെ തന്നെ അവനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഹാൽ ജോർഡൻ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ എന്തോ ഒരു അർജന്റ് മിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാരിനോട് ആദ്യമേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവനെ ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണ് ഇപ്പം ഹാൽ ജോർഡൻ. അങ്ങനെ ബാരി ആലനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ ഹാൽ ജോർഡൻ, ബാരി നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇതിപ്പോൾ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് ബാരി ആലനെ ചുറ്റി കൊല്ലാൻ നോക്കുകയാണ്. ആ കൺസ്ട്രക്ഷനിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട് ബാരി ആലൻ ഫേസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി ഇതൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ ഹാൽ ജോർഡൻ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാരി, ഹാൽ ഇത് നീ അല്ല എന്നൊക്കെ പറഞ്ഞത് ഇത് ഞാൻ തന്നെയാണ്, പക്ഷേ ജസ്റ്റ് ഇവോൾവ്ഡ് എന്ന് പറഞ്ഞിട്ട്
പുള്ളിനെ കത്തിച്ച് ചാമ്പലാക്കി ഇല്ലാതാക്കാണ് ഹാൽ ജോർഡൻ. അങ്ങനെ അവിടെ ഈ ഇഷ്യൂ തീരാണ്. ഫസ്റ്റ് കാണിക്കുന്നത് ആ ഐലൻഡിൽ മരിച്ചു കിടക്കുന്ന നമ്മുടെ ബാരി ആലൻ ഫ്ലാഷിനെയാണ്. പക്ഷെ ബോഡിയിൽ നിന്ന് തൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് തന്നെ ഫ്ലാഷ് ട്രസ്റ്റ് നോ വൺ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സും അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ബാറ്റ്മാൻ്റെ തോളത്ത് കൈവച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഹാൽ ജോർഡൻ തെണ്ടി ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയാണ്. അപ്പോൾ തന്നെ വണ്ടർ വുമണും ആരാണെങ്കിലും അവനെ നമ്മൾ കണ്ടുപിടിക്കുന്നു പറയാണ്. അപ്പോൾ തന്നെ സൂപ്പർമാൻ ചോദിക്കുകയാണ്, അവൻ എന്തിനാണ് ഈ ഐലൻഡിലേക്ക് വന്നത്? അപ്പം വല്ല കേസിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ബാറ്റ്മാൻ ബാരി ആലൻ്റെ അടുത്ത് പോയി നോക്കുന്ന കണ്ടിട്ട് നമ്മുടെ മാർഷ്യൻ മാനാൻഡർ നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ബാറ്റ്മാനും ഒന്നുമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയത്തുമില്ല എന്ന് പറയാണ്. അപ്പോൾ തന്നെ ഹാൽ ജോർഡൻ പറയാണ്, പക്ഷെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ബാരി ആലനോട് ഇത് ആര് ചെയ്താലും നമ്മളിത് കണ്ടുപിടിച്ചേ പറ്റൂ. ലീജിയൻ ഓഫ് ഡൂം ആണെങ്കിലും ഏത് വില്ലൻസ് ആണെങ്കിലും അവനെ തേടി പിടിച്ച് ഇല്ലാതാക്കണം എന്ന് പറയാണ്. എന്നിട്ട് ഹാൽ ജോർഡൻ പറയാണ്, ഇത് ഐലൻഡിൽ ആയതുകൊണ്ട് തന്നെ വാട്ടറിൽ എന്തെങ്കിലും ട്രേസ് ഉണ്ടാവും. അക്വാമാൻ, നീ കടലിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് നോക്ക്. മാർഷ്യൻ മാനാൻഡർ ഇതൊക്കെ അതോറിറ്റീസിനെ അറിയിക്കാൻ നോക്കുന്നു പറയാണ്. അപ്പോൾ തന്നെ പുള്ളി ബാറ്റ്മാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വരുമ്പോൾ തന്നെ ഹാൽ ജോർഡനോട് ബാറ്റ്മാൻ പറയാണ്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, നീ നിന്റെ പണി നോക്കിക്കോന്ന് പറയാണ്. അങ്ങനെ ബാറ്റ്മാൻ ആ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ബാക്കിയുള്ളവർ ബാരി ആലൻ്റെ ബോഡിയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ തന്നെ ആ വണ്ടർ കിഡ്സിൽ ആ പെണ്ണ് അവിടെ നിൽക്കുന്നത് നമ്മുടെ ബാറ്റ്മാൻ കാണുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സ്കാർക്രോനെയാണ്. അങ്ങനെ പുള്ളിനെ ഏതൊരു വില്ലൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ വന്ന് അവനെ ചവിട്ടി തെറിപ്പിക്കുകയാണ് നമ്മുടെ ബാറ്റ് ഗേൾ ബാർബറ ഗാർഡൻ. പക്ഷെ അപ്പം തന്നെ നമ്മുടെ സ്കാർക്രോ കഴിച്ചലായി, എന്നെ രക്ഷപ്പെടുത്താനാണല്ലോ നീ വന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ബാക്കിലുള്ള അവൻ വാമ്പയറായി മാറി ബാർബറ ഗാർഡനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ആ വാമ്പയർ ഇവളെ ഏതാണ്ട് കടിക്കാൻ നോക്കുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ നൈറ്റ് വിങ് അങ്ങോട്ട് വന്നിട്ട് അവനെ അടിച്ചു തുരത്തി, ആ കുരിശൊക്കെ വെച്ച് അടിച്ചു തുരത്തി ഇവളെ രക്ഷിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാറ്റ്മാനാണ്. പുള്ളി എന്തോ ട്രാക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ പുള്ളിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നീ പുറത്തേക്ക് വാന്ന് പറയാണ് ബാറ്റ്മാൻ. അത് വേറെ ആരും ആയിരുന്നില്ല, ജയാനായിരുന്നു, വണ്ടർ ട്വിൻസിലെ അവന്റെ സിസ്റ്റർ. അങ്ങനെ അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നുണ്ട്. നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് വന്നത്? അതിന് തന്നെ ഞാനും വന്നെന്ന് പറയാണ്. അപ്പൊ തന്നെ അവള്, നിങ്ങൾ അവന് വേണ്ടിയിട്ടല്ല വന്നത്, അവനെ കണ്ടുപിടിക്കാനല്ലേ, ജാനെ കണ്ടുപിടിക്കാനല്ലേ വന്നെന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ വീട്ടിലേക്ക് പോ ജയാന എന്ന് പറയാണ് ബാറ്റ്മാൻ. പക്ഷെ അവളതൊന്നും കേൾക്കാതെ കരഞ്ഞുകൊണ്ട് തന്നെ, അവൻ എൻ്റെ ബ്രദറാണ്, അവൻ എന്താ പറ്റിയെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറയാന്ന് പറയാണ് കരഞ്ഞുകൊണ്ട്. അതിന്റെ ബാറ്റ്മാൻ പറയാണ്, ആൻഡ്രൂ ബെനറ്റ് എന്ന് പറയുന്ന ഒരു വാമ്പയർ നമ്മളുടെ ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുണ്ട്, പിന്നെ അവൻ കാണാതായി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ്റെ കൂടെ ആയിരിക്കണം നിന്റെ ബ്രദറും ഉണ്ടായിട്ടുണ്ടാവേണ്ടതെന്ന് പറയാണ്. അപ്പോൾ തന്നെ അവിടെ നിങ്ങൾ പറയുന്നത് അപ്പോൾ ആൻഡ്രൂ ബാനറ്റ് ആണോ എൻ്റെ ബ്രദറിനെ കിഡ്നാപ്പ് ചെയ്തെന്ന് ചോദിക്കുകയാണ്. പിന്നെ ബാറ്റ്മാനും അതെനിക്കറിയില്ല, അതിനുള്ള ഉത്തരവാണ് എനിക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗോതം സിറ്റിയിൽ ഒരാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, പെൻഗ്വിനാണ്. അങ്ങനെ പുള്ളിനെ വേറെ വില്ലന്മാരിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളി നേരെ ചെന്ന് വെട്ടതും സാറ്റനയുടെ മുമ്പിലാണ്. അങ്ങനെ സാറ്റന ഇവനെ രക്ഷിക്കുന്നു വിചാരിച്ച അപ്പം തന്നെ സാറ്റന ഒരു വാമ്പയറായി മാറി ഇവൻ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന അന്ന് രാത്രി നമ്മുടെ ബാരി ആലൻ മരിച്ച ആ സ്ഥലത്ത് ആ ഐലൻഡിൽ പോയി നിൽക്കുകയാണ് വണ്ടർ വുമൺ. ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് നമ്മുടെ ഹാൽ ജോർഡൻ വന്നിട്ട് എല്ലാം ഓക്കെ ആണോ ഡയാന എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ഡയാനയും നമ്മളുടെ ഒരു ഫ്രണ്ടാണ് മരിച്ചിരിക്കുന്നത്, എന്നിട്ട് എങ്ങനെയാണ് നിനക്ക് അത് ചോദിക്കാൻ തോന്നുന്നത്? ഞാൻ ഓക്കെ അല്ല എന്ന് പറയാണ് അവള്. അപ്പൊ തന്നെ നമ്മുടെ ഹാൽ ജോർഡൻ പറയാണ്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മളുടെ മുമ്പിൽ തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്, നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രം മതി എന്ന് പറയാണ് ഹാൽ ജോർഡൻ. അപ്പൊ തന്നെ വണ്ടർ വുമൺ എന്തോ ഡൗട്ട് അടിച്ചിട്ട് അവളുടെ ലോസ് ഓഫ് ട്രൂത്ത് ഇട്ടിട്ട് ഹാൽ ജോർഡനെ കെട്ടിച്ചുറ്റി വെക്കുകയാണ്. എന്നിട്ട് അവളും ഞാനും ഈ സെയിം കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നെന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, വിത്ത് ദ ലോസ് ഓഫ് ട്രൂത്ത്, സത്യം പറ ഹാൽ ജോർഡൻ എന്ന് ചോദിക്കുകയാണ് അവള്. അപ്പൊ തന്നെ ഹാൽ ജോർഡൻ പറയാണ്, എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട കാര്യമില്ല ഡയാന, ഞാനൊരു വാമ്പയറാണ്, മറ്റുള്ള മനുഷ്യരുടെ ലൈഫ് ബ്ലഡിൽ നിന്നാണ് ഞാൻ എനർജി എടുക്കുന്നത്. അപ്പൊ തന്നെ ഇവള് ദേഷ്യത്തോടെ നീ നമ്മുടെ ഫ്രണ്ടിനാണ് കൊന്നിരിക്കുന്നതെന്ന് പറയാണ്. അപ്പൊ തന്നെ ഹാൽ ജോർഡനും എനിക്ക് അവനെ കൊല്ലണം എന്നില്ലായിരുന്നു, അവനോട് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരാൻ പറഞ്ഞു, അവൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നെന്ന് പറയാണ്. അപ്പൊ തന്നെ ഇവള് സങ്കടത്തോടെ പറയാണ്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മാത്രമേ നഷ്ടപ്പെടുത്തിയുള്ളൂ എന്നാണ് വിചാരിച്ചത്, ഇപ്പം എൻ്റെ 2 ഫ്രണ്ട്സും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഹാൽ ജോർഡനും നീ എന്തിനാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്, നിനക്ക് ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ കണ്ണ് വെച്ചിട്ട് ഡയാന പ്രിൻസിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങാണ്. എന്നിട്ട് അവൻ പതിയെ ആ ഹിപ്നോട്ടൈസായി പാരലൈസ് നിൽക്കുന്ന വണ്ടർ വുമൻ്റെ അടുത്തേക്ക് വെൽക്കം ടു ദ ന്യൂ വേൾഡ് വണ്ടർ വുമൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടർ വുമനെ കടിക്കാൻ വരികയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നേരത്തെ നമ്മുടെ സാറ്റനെ കൊന്നിട്ടിരിക്കുന്ന പെൻഗ്വിനെയാണ്. അങ്ങനെ പെൻഗ്വിൻ്റെ അടുത്തേക്ക് നമ്മുടെ ബ്ലാക്ക് കനരി വരികയാണ്. അവിടെ തന്നെ വേറൊരാൾ നിൽക്കുന്നത് ബ്ലാക്ക് കനരി നോട്ട് ചെയ്യാണ്, വേറെ ആരുമല്ല ആ കുരുട്ടാണ് ഡാമിയൻ. അങ്ങനെ ഇവർക്ക് 2 പേർക്കും ഇപ്പൊ ഈ വാമ്പേഴ്സിനെ കുറിച്ച് അറിയാം, അതുകൊണ്ട് ഇവർക്ക് 2 പേർക്കും ഇവർ 2 പേരും വാമ്പേഴ്സ് ആണെന്ന് ഡൗട്ടാണ്, അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. അപ്പൊ തന്നെ ഡാമിയന്റെ കുറച്ച് ബ്ലഡ് എടുത്തിട്ട് നമ്മുടെ ബ്ലാക്ക് കനരി അവനെ ചവിട്ടിട്ടിട്ട് നീ ഒരു വാമ്പയർ അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ എന്തായാലും ഞാൻ കൺഫേം ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് ഓടിപ്പോവാണ്. അതേസമയം നമ്മുടെ ബാറ്റ്മാനും ആ ജാനിനെ പറ്റിയുള്ള ട്രേസ് അന്വേഷിച്ച് പോവാണ്.
ഉടനെ തന്നെ പുള്ളിക്ക് എന്തോ മനസ്സിലായതു അവിടെയുള്ള ഒരു അഴുക്കുചാലിലേക്ക് നമ്മുടെ ബാറ്റ്മാൻ ഒരു മാസ്ക് ഇട്ട് എടുത്ത് ചാടുകയാണ്. അങ്ങനെ അതിന് പൊങ്ങി വന്നത് ബാറ്റ്മാൻ അവളുടെ കയ്യിൽ ഒരു വിരൽ കൊടുക്കാണ്. ഇത് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടതും അവൾക്ക് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവള് ദേഷ്യത്തോടെ ആരായിരിക്കും, ഇത് ആരാണ് അവനോട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ആ വിരൽ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, ഇവൻ്റെ ബോൺ ഒരുപാട് സ്ട്രോങ് ആണ്. ഈ ഭൂമിയിലുള്ള ഒരു മെറ്റലിനെ കൊണ്ടും അത് കട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഒരു മെറ്റലേ അല്ല, ആ വെപ്പൺ ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു സീക്രട്ട് സ്ഥലത്തേക്ക് നമ്മുടെ ബ്ലാക്ക് കനരി ആ ബ്ലഡും കൊണ്ടുവരികയാണ്. അങ്ങനെ ഇവൾ അവിടെ കയറിയപ്പോൾ തന്നെ അമ്പും ബില്ലും പിടിച്ചിരിക്കുന്ന ഒരു ചങ്ങായി, നീ ആരാണ്, നീ ശരിക്കും ഡീന തന്നെയാണോ, പാസ്വേഡ് പറയാന്ന് പറയാണ്. അപ്പോൾ തന്നെ അവളും ഞാൻ പാസ്വേഡ് പറഞ്ഞാലാണ് നീ ഡൗട്ട് അടിക്കേണ്ടത്, കാരണം ഞാൻ പാസ്വേഡ് മറന്നുപോയെന്ന് പറയാണ്. അപ്പോൾ തന്നെ റോയ് വിട്ടേക്ക് കയറാം, അവള് തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ ആരോ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ തന്നെ റോയ് അവൾക്ക് പാസ്വേഡ് ഓർമ്മയില്ല എന്ന് പറഞ്ഞതും അത് കുഴപ്പമില്ല, എനക്കും ഓർമ്മയില്ല എന്നൊക്കെ പറയാണ് പുള്ളി. അങ്ങനെ പുറത്തു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും ഗുഡ് ന്യൂസ് ഉണ്ട്, ബാഡ് ന്യൂസ് ഉണ്ട്. ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കൊന്ന നിലയിൽ ഞാൻ കണ്ടെത്തി. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടുള്ള കുറച്ച് പേരുടെ ബ്ലഡ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രീൻ ആരോ പറയാണ്, നീ ബാറ്റ് ഫാമിലിയുടെ ബ്ലഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഡൗട്ട്. കാരണം ഒരു പക്ഷേ ബാറ്റ്മാൻ വാമ്പയറായി മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ കൗണ്ടർ ചെയ്യാനുള്ള എന്തെങ്കിലും വഴി അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഇനിയും ഹെൽപ്പ് വേണമെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ ഹോൾ ഓഫ് ജസ്റ്റിസ് ആണ്. അങ്ങനെ അവിടേക്ക് നമ്മുടെ അക്വാമൻ വന്നിട്ട് എനിക്ക് വെള്ളത്തിൽ നിന്ന് യാതൊരു ഇൻഫോർമേഷനും കിട്ടിയില്ല എന്ന് പറയാണ്. അപ്പോൾ തന്നെ അവർ ഒലിവറും ഡീനയൊക്കെ എവിടെയാണ്, അവരെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ കുറിച്ച് നമ്മുടെ സൂപ്പർമാൻ ചോദിക്കുമ്പോൾ തന്നെ അവരെ കുറിച്ച് മാത്രമല്ല ബാറ്റ്മാനെ കുറിച്ച് ഒരു അറിവില്ല എന്ന് പറയാണ്. അപ്പോൾ തന്നെ അവരൊരു സൗണ്ട് കേൾക്കാണ്, ബാരി ആലനെ കൊന്നത് ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറയാണ്. നമ്മുടെ സൂപ്പർമാൻ തിരിഞ്ഞു നോക്കിയത് വണ്ടർ വുമണും ഹാൽ ജോർഡനുമാണ്. അങ്ങനെ ഇവരങ്ങോട്ട് വന്നിട്ട് ബാറ്റ്മാനാണ് ഫ്ലാഷിനെ കൊന്നതെന്ന് പറയാണ്. അങ്ങനെ ഇത് കണ്ടത് മൊത്തം ജസ്റ്റിസ് ലീഗ് ഷോക്കായി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ ഈ ഇഷ്യൂ തീരാണ്. ഫസ്റ്റ് കാണിക്കുന്നത് ദ ഡോക്ക് ലാൻഡ്സ് എന്ന് പറയുന്ന ലണ്ടനിലുള്ള ഒരു ബാറാണ്. അങ്ങനെ അവിടെ അഫ്കോഴ്സ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജോൺ കോൺസ്റ്റന്റൈൻ. അങ്ങനെ പുള്ളിയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്, വേറെ ആരുമല്ല പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് സാറ്റന. അങ്ങനെ സാറ്റന വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ട് കോൺസ്റ്റന്റൈൻ, ഓ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഇങ്ങനെ ഒരു തെണ്ടിനെ ഇനി കാണാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോയത്, ഇപ്പം എന്തിനാ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കോൺസ്റ്റന്റൈൻ. അപ്പം തന്നെ അവൾ ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വരികയാണ് അവൾ. അങ്ങനെ സാറ്റന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരു വാമ്പയറായി മാറി ഇവനെ കടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം തന്നെ നീ എന്നെ കടിക്കണമെന്ന് ആവശ്യമില്ലെന്ന് പറയാണ് കോൺസ്റ്റന്റൈൻ. ഉടനെ തന്നെ കോൺസ്റ്റന്റൈൻ ഒരു മാജിക്കൽ സ്പെല്ലിട്ടിട്ട് സാറ്റനെ പുള്ളിയുടെ കൺട്രോളാക്കാണ്. ഇത് കണ്ടത് സാറ്റന ആ വാമ്പയർ സാറ്റനെ ഷോക്കായിട്ട്, നിനക്കിതെങ്ങനെ, ഇതെപ്പം മുതലാണ് ഞാൻ വാമ്പയർ ആണെന്നുള്ള കാര്യം അറിയാവുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നീയും ഞാൻ എത്ര കാലം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഒരു സംസാരം പോലും എങ്ങനെയാണെന്ന് എനിക്കറിയാം, പിന്നെ നീ മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അത്യാവശ്യം വലിയ വിവരമൊന്നും വേണ്ടെന്ന് പറയാണ് പുള്ളി. ഇനി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അത് റിലീസ് ചെയ്തിട്ട് അവ വാമ്പയറുമായിട്ട് സംസാരിക്കാൻ തുടങ്ങാണ് കോൺസ്റ്റന്റൈൻ. അപ്പോൾ തന്നെ ചേട്ടനാ, അപ്പം നീ എന്നെ കൊല്ലുന്നില്ലെന്ന് ചോദിച്ചിട്ടും നീ ഓൾറെഡി ചത്തതാ, ഇനി നിന്നെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനെന്ന് ചോദിക്കുകയാണ്. അതിന് പിന്നെ കാണിക്കുന്നത് ബാറ്റ് കേവ് ആണ്. അങ്ങനെ ആ ബാറ്റ് കേവിൽ ആ ഗോതം സിറ്റിയിൽ തന്നെ മൊത്തം ആൾക്കാരുടെ ബ്ലഡ് എടുത്തിട്ട് ആരൊക്കെ വാമ്പയേഴ്സായി മാറിയിട്ടുണ്ടെന്ന് ബാറ്റ്മാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാറ്റ്മാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ആരോ വന്നിട്ട് പുള്ളിനെ തറച്ച് വീഴ്ത്തുകയാണ്. ആ അമ്പേരിട്ട് വേറെ ആരുമല്ല, ഗ്രീൻ ആരോ ആണ്. അങ്ങനെ പുള്ളി ഓടി വന്നിട്ട് സോറി ബ്രൂസ്, ഇങ്ങനെ ചെയ്യണമെന്നില്ലായിരുന്നു, അത് നിന്നെ കൊല്ലത്തൊന്നുമില്ല, മയക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൺഫേം ചെയ്യാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ആരോ അങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് ഗ്രീൻ ആരോയ്ക്ക് മനസ്സിലാവുന്നത് അത് ബാറ്റ്മാൻ്റെ രൂപത്തിലുള്ള ഒരു പ്രതിമയായിരുന്നു ബാറ്റ്മാൻ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയതും ഗ്രീൻ ആരോ ഓ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാറ്റ്മാൻ ബാക്കിൽ നിൽക്കുകയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ബാറ്റ് ഗേളും ഡിക്രൈസനും വേറൊരു വാമ്പയറിനെ ട്രാക്ക് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇപ്പുറത്ത് ബാറ്റ് കേവിൽ നമ്മുടെ ബാറ്റ്മാനും ഗ്രീൻ ആരോയും തമ്മിലുള്ള ആ ഫൈറ്റ് തുടങ്ങാണ്. ഇവർ രണ്ടുപേരും നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് പറഞ്ഞിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും വാമ്പയർ ആണെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഗ്രീൻ ആരോ ബാറ്റ്മാൻ വാമ്പയർ ആണെന്ന് വിചാരിച്ചിട്ടും ബാറ്റ്മാൻ ഗ്രീൻ ആരോ വാമ്പയർ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബാറ്റ്മാൻ ഗ്രീൻ ആരോനെ തൂക്കിയെടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ഇപ്പം നിനക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടിയിട്ടുണ്ടാവുന്ന, പക്ഷെ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് ബാറ്റ്മാൻ. എന്നിട്ട് ഗ്രീൻ ആരോ നീ എന്തിനാണ് എന്നെ ഫുൾ വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു ആരോ കൊണ്ട് ഷൂട്ട് ചെയ്തെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഗ്രീൻ ആരോ അത് വെറും വെള്ളമല്ല, അത് ഹോളി വാട്ടർ ആണെന്ന് പറയാണ്. അപ്പോൾ തന്നെ ബാറ്റ്മാനോ അതായത് നീ എന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു, അതായത് അപ്പം നീ വാമ്പയർ അല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഗ്രീൻ ആരോ അപ്പം നീയും വാമ്പയർ അല്ലേന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഇപ്പോൾ വാമ്പയറായി മാറിയിട്ടിട്ട് നമ്മുടെ സാറ്റനെയും കോൺസ്റ്റന്റൈനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടേക്ക് ജോൺ കോൺസ്റ്റന്റൈൻ നിന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരികയാണ്. വേറെ ആരുമല്ല, ഡോക്ടർ ഫെയ്റ്റ്. ഡോക്ടർ ഫെയ്റ്റിനെ കണ്ടപ്പോൾ തന്നെ സാറ്റന അവളുടെ ഫുൾ വാമ്പയർ ലുക്കിലായി മാറിയിട്ട് ഡോക്ടർ ഫെയ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ തന്നെ കോൺസ്റ്റന്റൈൻ മതി മോളെ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മാജിക്കൽ സ്പെല്ല് യൂസ് ചെയ്തിട്ട് അവളെ അവിടെ നിന്ന് മറയിച്ച് കളയാണ്. അപ്പോൾ തന്നെ ഡോക്ടർ ഫെയ്റ്റ് ചോദിക്കുകയാണ്,
അവൾ വാമ്പയർ ആയിരുന്ന അറിഞ്ഞിട്ടും നീ എന്തിനാണ് ഇത്രയും നേരം അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ കോൺസ്റ്റന്റും എന്തൊക്കെയാണെങ്കിലും സ്നേഹിച്ചു പോയില്ലേ, അങ്ങനെ കൊല്ലാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അതേസമയത്ത് ബാറ്റ് കേവിൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും വാമ്പയർസ് അല്ലാന്ന് നമ്മുടെ ബാറ്റ്മാനും ഗ്രീൻ ആരോയ്ക്കും മനസ്സിലായിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ല. കാരണം ഇവർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. മാത്രമല്ല ഇവരിൽ ഒരാൾ വാമ്പയറായി മാറുകയാണെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു വിചാരിച്ചിട്ട് അവർ രണ്ടുപേരും അവർക്കറിയാവുന്ന ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് റെഡ് ഹുഡിനെയും വേറെ ഏതൊരു ബാറ്റ് ഗേളിനെയാണ്. ഇത് എത്ര ബാറ്റ് ഗേളാ കോപ്പ്. അങ്ങനെ ഈ ബാറ്റ് ഗേളും റെഡ് ഹുഡും കൂടി ചേർന്നിട്ട് ഗൊറില്ല ഗ്രോഡ്, വാമ്പയറായി മാറിയ ഗൊറില്ല ഗ്രോഡിനെ ട്രാക്ക് ചെയ്ത് വന്ന് ഫൈറ്റ് ചെയ്യാണ്. അതേസമയം നമ്മുടെ ബാറ്റ്മാനും ഗ്രീൻ ആരോയും ചേർന്നിട്ട് പെട്ടെന്ന് ആരൊക്കെ ഗോതം സിറ്റിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആ ബാറ്റ് കേവിൽ ഒരു അലാറം അടിച്ചതും എന്തോ ആരോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവരെ സൂട്ടപ്പ് ചെയ്യാണ്. അപ്പം തന്നെ ബ്രൂസ്, ഒലിവർ നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വണ്ടർ വുമൺ അങ്ങോട്ടേക്ക് വരികയാണ്. വണ്ടർ വുമൺ വാമ്പയറായി മാറിയ കാര്യവും ഇതുവരെ ഇവർക്ക് അറിയില്ലാന്ന് തോന്നുന്നു. അങ്ങനെ വണ്ടർ വുമണെ കണ്ടത് ഓ ഡയാന നീയായിരുന്നോ, വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു പോയെന്നവരാണ് ഗ്രീൻ ആരോ. പക്ഷെ അപ്പം തന്നെ റഫായിട്ട് നമ്മുടെ ബാറ്റ്മാൻ നീ എന്തിനാണ് ഡയാന ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചത്, എനിക്ക് ബാരിയെ കുറിച്ച് പഠിക്കുന്നവരാണ് ഡയാന. ഉടനെ തന്നെ നമ്മുടെ ബാറ്റ്മാൻ ആരെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാവാണ്. അപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ ആ ബാറ്റ് റാങ്ക് പിടിച്ചിട്ട് നീ ഇത് കളഞ്ഞതാണോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹാൽ ജോർഡൻ അങ്ങോട്ട് വരികയാണ്. ഉടനെ തന്നെ ബാറ്റ്മാൻ പറഞ്ഞതും ഗ്രീൻ ആരോവും അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ തന്നെ ഗ്രീൻ ആരോ ചോദിക്കുകയാണ് നീ എന്തിനാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്, അവർ നമ്മുടെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. ഇല്ല, അവരിൽ ഒരാളായി കഴിഞ്ഞെന്ന് പറയാണ് ബാറ്റ്മാൻ. ഉടനെ തന്നെ ആ ബാറ്റ് കേവിൽ റെഡ് അലാറം അടിക്കണം. ഇനി വരുന്നത് എത്ര ആപത്തായിരിക്കും എന്ന് ചോദിച്ചത് നമ്മുടെ ഗ്രീൻ ആരോ. ഇനി വരുന്നതിൻ്റെ ആപത്ത് നമുക്ക് കണ്ടാലേ അറിയാൻ പറ്റുമെന്ന് പറയാണ് ബാറ്റ്മാൻ. കാരണം ഇപ്പം അങ്ങോട്ടേക്ക് ആ ബാറ്റ് കേവ് ഇടിച്ച് തകർത്ത് വന്നിരിക്കുന്നത് സൂപ്പർമാൻ അടക്കമുള്ള ഫുൾ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സാണ്. അങ്ങനെ അവിടെ എത്തിയതും നമ്മുടെ സൂപ്പർമാൻ എല്ലാവരോടും കാമായി നിൽക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ സൂപ്പർമാനും ടീമിനെയും വാമ്പയറായി മാറിയിരിക്കുന്ന വണ്ടർ വുമണും ഹാൽ ജോർഡനും ബാറ്റ്മാനും ഒലിവറും വാമ്പയറായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ സൂപ്പർമാൻ ബാറ്റ്മാൻ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറയാണ്. അപ്പം തന്നെ ബാറ്റ്മാനും അഫ്കോഴ്സ് അവരുടെ അമ്മൂമ്മയുടെ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ അവിടെ ഈ ഇഷ്യൂ തീരാണ്. ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ്. അതായത് നമ്മുടെ വണ്ടർ വുമണും ബാക്കിയുള്ള ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സ് ഗ്രീൻ ആരോയും ബാറ്റ്മാനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടു കൂട്ടരും വാമ്പയർസ് ആണെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ സൈബോഗ് ഗ്രീൻ ആരോനോട് ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാനാ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആര് കേൾക്കാനാ. അതേസമയം നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനെ തടഞ്ഞു വെച്ചിട്ട് ബ്രൂസ് നിക്ക്, ഇതെല്ലാം നിർത്താൻ വേണ്ടി ബാറ്റ്മാനോട് പറയാണ്. അങ്ങനെ ഇത് സൂപ്പർമാൻ പറയുന്ന കണ്ടിട്ട് അവരെങ്ങനെയാണ് നിന്നെ ഒരു വാമ്പയറാക്കി മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റ്മാൻ സൂപ്പർമാൻ വാമ്പയർ ആണെന്ന് വിചാരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഉടനെ തന്നെ ബാറ്റ്മാൻ പുള്ളിയുടെ വാ തുറന്ന് പല്ലിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന എന്തോ ഒരു സാധനം ആക്ടിവേറ്റ് ആണ്. അപ്പൊ തന്നെ പുള്ളിയുടെ വായന്ന് എന്തോ ഒരു സ്മോക്ക് വന്നിട്ട് അത് സൂപ്പർമാന് നേരെ ഊതിയതും പുള്ളി വീക്കാവാണ്. ക്രിപ്റ്റണൈറ്റ് ആണ്. അത് യൂസ് ചെയ്തിട്ട് ബാറ്റ്മാൻ സൂപ്പർമാൻ അടിച്ച് തെറിപ്പിക്കുകയാണ്. അപ്പൊ തന്നെ സൈബോഗ് ആ ഫൈറ്റ് നിർത്തിയിട്ട് എല്ലാവരോടും കാമാവാൻ വേണ്ടി പറയാണ്. എന്നിട്ട് പുള്ളി പറയാണ് ബാറ്റ്മാൻ നിങ്ങളുടെ ബ്ലഡിൽ എന്തോ ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ്, നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന്, ഞങ്ങൾ നിങ്ങളെ ക്യൂർ ചെയ്യാന്ന് പറയാണ് ബാറ്റ്മാനോട് സൈബോഗ്. പക്ഷെ ബാറ്റ്മാൻ അങ്ങനെ അതിനൊരു ക്യൂർ ഇല്ലെന്ന് പറഞ്ഞതു സൈബോഗ് ഇപ്പോഴത്തേക്കില്ല, പക്ഷെ നിങ്ങൾ വാ ഞങ്ങൾ കണ്ടുപിടിക്കുന്നു പറയാണ്. അപ്പൊ തന്നെ ബാറ്റ്മാൻ പറയാണ് ബാരി ആലനെ കൊന്നത് ഞാനല്ല ഹാൽ ജോർഡൻ ആണെന്ന് പറയാണ്. അപ്പൊ തന്നെ ഹാൽ ജോർഡൻ കള്ളമ്പറ കണ്ണടിച്ച് കൂട്ടിക്കും പന്നിന്ന് പറഞ്ഞിട്ട് പുള്ളിയും വരികയാണ്. അങ്ങനെ സൈബോഗ് വരാണ് ബാറ്റ്മാൻ നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കണമെന്നുണ്ട്, പക്ഷെ എവിഡൻസ് ഒക്കെ നിങ്ങൾക്ക് എതിരാണെന്ന് പറയാണ്. ബാറ്റ്മാൻ അത് ഫേക്ക് ആണെന്ന് പറഞ്ഞതും ശരി എങ്കിൽ ഡയാന ലോസ് ഓഫ് ട്രൂത്ത് നിങ്ങളിൽ യൂസ് ചെയ്യട്ടെ എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാനും പുള്ളിയുടെ കമ്പ്യൂട്ടറിൽ പോയിട്ട് അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ അടുത്ത് വേറെ എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഇത് കേട്ടത് ടെൻഷനായിട്ട് നമ്മുടെ ഹാൽ ജോർഡൻ ബാറ്റ്മാൻ അതൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയായിരിക്കും, അവനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതു. നീ എന്തിനാണ് ബാറ്റ്മാനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ദേഷ്യം പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ തടയാണ് സൈബോഗ്. അങ്ങനെ പുള്ളി അത് റെഡിയാക്കിയിട്ട് സൈബോഗിനോട് ആ എവിഡൻസ് ചെക്ക് ചെയ്തോളാൻ വേണ്ടി പറയാണ്. പക്ഷെ അതും ബാറ്റ്മാൻ്റെ ഒരു പ്ലാനായിരുന്നു. അത് മൊത്തം ഇലക്ട്രിക്യൂട്ടായി മൊത്തം പവറും കട്ടാവുകയാണ് അവിടെ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ബാറ്റ് കേവോ വെയിൻ മാനറോ മാത്രമല്ല മൊത്തം ഗോതം സിറ്റിയുടെ തന്നെ പവർ കട്ടായിരിക്കുകയാണ്. അങ്ങനെ പുറത്തുള്ള നമ്മുടെ റോബിൻസും ബാറ്റ് ഗേളും എല്ലാവരും എന്താണ് ഈ പവർ കട്ടിന് കാരണം എന്ന് ട്രാക്ക് ചെയ്തപ്പോൾ ഇതെല്ലാം ബാറ്റ് കേവിൽ നിന്നാണ് ഒറിജിനേറ്റഡ് ആയിരിക്കുന്നത് മനസ്സിലാവാണ്. അങ്ങനെ ബാറ്റ് ഗേളും റെഡ് ഹുഡും നൈറ്റ് വിങ്ങും ഡാമിയനും എല്ലാവരും ബാറ്റ് കേവിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങാണ്. ഗ്രീൻലാൻഡ് പുള്ളിയുടെ കൺസ്ട്രക്ഷൻ വെച്ച് ഒരു വലിയ വിളക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇരുട്ടിലുള്ള ബാറ്റ്മാനും ഗ്രീൻ ആരോയും തപ്പാണ്. ഉടനെ തന്നെ എന്തോ ഒരു യെല്ലോ പവർ സോഴ്സ് യൂസ് ചെയ്തിട്ട് ഗ്രീൻലാൻഡിനെ അറ്റാക്ക് ചെയ്യാണ് ബാറ്റ്മാൻ. ഗ്രീൻ ആരോ അത് എന്താണെന്ന് ചോദിച്ചിട്ടും ബാറ്റ്മാൻ പറയാണ്
അതൊരു സിന്തറ്റിക് റാപ്പിഡ് ഡീഗ്രേഡിക് ഫൈൻ സിലിക്ക പൗഡറാണ്. അത് അവന്റെ പവേഴ്സ് ന്യൂട്രലൈസ് ചെയ്യുന്നവരാണ്. പിന്നെ ചിലപ്പോൾ നിനക്കൊന്ന് ക്യാൻസറും കൂടി വന്നേക്കൊന്ന് ഗ്രീൻ ആരോനോട് പറയണേ. അപ്പോൾ തന്നെ ബാറ്റ്മാൻ നീ റെഡിയാണെന്ന് ചോദിച്ചതും ഐ എം റെഡി എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ആരോ പുള്ളിയുടെ അമ്പ് എടുത്തിട്ട് ഹാൽ ജോർഡന് നേരെ ഫയർ ചെയ്യാണ്. എന്നിട്ട് പുള്ളി ഞാൻ ഹാർട്ട് മിസ് ചെയ്തെന്ന് പറയാണ്. അങ്ങനെ ആ അമ്പ് നേരെ പുള്ളിയുടെ തോളത്ത് കയറി ഇറങ്ങാണ്. ഉടനെ ഇത് കണ്ടത് ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ മാർഷ്യൻ മാനാൻഡർ രണ്ടാമത്തെ അമ്പ് ഒലിവർ ക്വീൻ മതി, ഇനി എന്നെ ഫേസ് ചെയ്യാൻ വേണ്ടി പറയാണ് മാർഷ്യൻ മാനാൻഡർ. അപ്പൊ തന്നെ പുള്ളി സോറി ജോൺ നോട്ട് ദ ടൈം എന്ന് പറഞ്ഞിട്ട് ഫയർ യൂസ് ചെയ്തിട്ട് മാർഷ്യൻ മാനാൻഡർ അറ്റാക്ക് ചെയ്യാണ്. എന്നിട്ട് അത് വെച്ചിട്ട് തന്നെ ബാറ്റ്മാൻ പുള്ളിനെ അവിടെ നിന്ന് അടിച്ച് എന്തോ ഒരു ക്യാപ്സൂളാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടോ അയക്കാണ്. ഇത് കണ്ടത് നമ്മുടെ ഗ്രീൻ ആരോ നീ അവനെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടു ഒന്നുമില്ല, ഇത് ജസ്റ്റിസ് ലീഗിന്റെ പഴയ ടെലിപ്പോർട്ടറാണ്. ഞാനിപ്പോൾ അവനെ ഇവിടുന്ന് അടിച്ച് ടെലിപ്പോർട്ട് ചെയ്ത് അതിന്റെ കൺട്രോൾസ് നശിപ്പിച്ചിരിക്കുകയാണ്. അത്ര പെട്ടെന്നൊന്നും അവന് ഇനി തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ തന്നെ ഗ്രീൻ ആരോ ചോദിക്കണം എടോ പന്ന പരട്ടെ, എന്നാൽ പിന്നെ അത് യൂസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ബാറ്റ്മാനും നമുക്ക് ഇവിടുന്ന് പോകാൻ ടൈം ആയിട്ടില്ലെന്ന് പറയാണ്. ഉടനെ തന്നെ ഹോഗുകൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടും ഗ്രീൻ ആരോ അവളെ അറ്റാക്ക് ചെയ്യാണ്. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ബാറ്റ്മാനും ഗ്രീൻ ആരോയും രണ്ടുപേര് ചേർന്ന് സൂപ്പർമാൻ, ഹോഗുകൾ, ഗ്രീൻ ലാന്റേൺ ഇവരെയൊക്കെ ടേക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി ഡയനോട് പറയാണ് ഡയന ഇനി നീ മാത്രമേ ഉള്ളൂ, നിനക്ക് ജയിക്കാൻ പറ്റില്ല, സ്റ്റാൻഡ് ഡൗൺ ആയിക്കുമെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഡയാന അവളുടെ വാമ്പയർ ഫോമിലേക്ക് കൈമാറിയിട്ട് അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ഒലിവർ ക്വീൻ അമ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും വണ്ടർ വുമണ് നേരെ ഓടി വരികയാണ്. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കാണ്. ഉടനെ തന്നെ ബാറ്റ്മാൻ പുള്ളിയുടെ കയ്യിലുള്ള ഹോളി വാട്ടർ എടുത്തിട്ട് വണ്ടർ വുമന്റെ മുഖത്തേക്ക് തന്നെ ഒഴിക്കുകയാണ്. ആ വെള്ളം കണ്ടത് അവളുടെ മുഖം കത്തുന്ന കണ്ടിട്ട് ഹോഗുകൾ തന്നെ ഞെട്ടാണ്. കാരണം അവൾക്ക് അറിയില്ലായിരുന്നു വണ്ടർ വുമൺ ഒരു വാമ്പയർ ആയിരുന്നെന്ന്. ഇത് കണ്ടത് ഞെട്ടി നിൽക്കുന്ന ഹോഗുകളുടെ അടുത്തേക്ക് അതെ ഞാനൊരു വാമ്പയർ ആണെന്ന് പറഞ്ഞിട്ട് അവളെയും വാമ്പയർ ആക്കാൻ വേണ്ടി വരികയാണ് വണ്ടർ വുമൺ. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രീൻ ആരോ ആ അടി കൊണ്ടുനടക്കുന്ന ബാറ്റ്മാനോട് നമ്മളിനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടും നമ്മൾ ഓടാൻ വേണ്ടി പറഞ്ഞിട്ട് പുള്ളി ഓടുകയാണ്. പക്ഷെ എന്നാലും ഡയാന വിടാതെ ബാറ്റ്മാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഒരു ബൈക്കിൽ ആരോ വന്ന് വണ്ടർ വുമൺ അടിച്ച് തെറിപ്പിക്കുകയാണ്. വേറെ ആരുമല്ല ഡാമിയനും നൈറ്റ് വിങ്ങും ആണ്. ഉടനെ തന്നെ അവർ ബാറ്റ്മാനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ബാറ്റ്മാനെ ബാറ്റ് മൊബൈലിലേക്ക് ആക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഡാമിയൻ ആ ബാറ്റ് മൊബൈൽ ഡ്രൈവ് ചെയ്യാണ്. അവരുടെ മുമ്പിൽ നൈറ്റ് വിങ്ങും ഗ്രീൻ ആരോയും ബൈക്കിൽ പോവാണ്. ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മൊത്തം സ്ഥലവും ഡിസ്ട്രക്ട് ചെയ്യാണ് നമ്മുടെ ബാറ്റ്മാൻ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ മൊത്തം വെയിൻ മാനറും തകർന്ന് നടക്കാണ്. അങ്ങനെ അവിടെ ഇപ്പോൾ വാമ്പയറായിട്ടുള്ള ഹാൽ ജോർഡൻ വീണ്ടും എഴുന്നേക്കാണ്. അങ്ങനെ അവൻ വണ്ടർ വുമനോട് അവർ പോയെന്ന് പറയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ നമ്മളെ വെറുതെ വിടില്ലെന്ന് പറയാണ് പുള്ളി. അതേസമയം നമ്മുടെ സൂപ്പർമാനും ഇവരിപ്പോഴും ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൻ എന്നെ ക്രിപ്റ്റനൈറ്റ് വെച്ച് അറ്റാക്ക് ചെയ്തു, എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ്. അതേസമയം ഇവരും പേടിക്കണ്ട, നിന്നെ ഇനി ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവരുടെ വാമ്പയർ ഫോമിലേക്കാവുകയാണ് നമ്മുടെ ഹാൽ ജോർഡനും വണ്ടർ വുമനും മുമ്പിൽ സൂപ്പർമാൻ. അങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത് ഗോതം ഹാർബറാണ്. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് നമ്മുടെ ബാറ്റ്മാനെ കൊണ്ടുവന്നിരിക്കുകയാണ് നൈറ്റ് വിങ്ങും ജേസൺ ടോഡും എല്ലാവരും ചേർന്ന്. അങ്ങനെ അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ആൽഫ്രഡും ഉള്ളത്. ആൽഫ്രഡ് മരിച്ചെന്നാണ് വിചാരിച്ചത്. കണ്ടത് ഒരുപാട് സന്തോഷമായിട്ട് ഡാമിൻ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആൽഫ്രഡിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴത്തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണ് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടോയെന്ന്. അവിടെ ഓൾറെഡി നമ്മുടെ ഗ്രീൻ ആരോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ നൈറ്റ് വിങ് അങ്ങോട്ട് കയറി വരുന്നത്. നമ്മുടെ ഗ്രീൻ ആരോ പറയാണ് ഇനി സൂര്യോദയത്തിന് കുറച്ച് നേരം കൂടിയേ ഉള്ളൂ, സൂര്യൻ വന്നിട്ടും നമ്മൾ സേഫാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ ബാറ്റ്മാൻ അടികൊണ്ട് അവശനായി കിടക്കുന്ന ബാറ്റ്മാൻ പറയാണ് ഒരിക്കലുമില്ല, നമ്മൾ ഒരിക്കലും സേഫല്ല, ഇത് അവർക്കും അറിയാം, നമുക്ക് വേണ്ടി അവർ തീർച്ചയായും വരുമെന്ന് പറയാണ്. അതേസമയം അവിടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഡോറൊക്കെ നമ്മുടെ ഡാമിയനും ടിം ഡ്രേക്കും ചേർന്നിട്ട് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ തന്നെ അല്ല സൂര്യോദയം വന്നു കഴിഞ്ഞാൽ ഇവന്മാരൊന്നും പിന്നെ വരില്ലല്ലോ, വാമ്പയേഴ്സ് അല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ ടിം ഡ്രേക്ക് പറയാണ് അതിന് സൂര്യോദയം വരെ അവർ കാക്കുന്ന നിനക്കെന്താ ഉറപ്പ്, ചിലപ്പോൾ നമ്മൾ ഈ ഡോറൊക്കെ അടയ്ക്കുന്നത് വെറുതെയാ, ചിലപ്പോൾ വണ്ടർ വുമണാണ് അവരുടെ കൂട്ടത്തിലുള്ളത്, ആകാശം പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ റൂഫ് തകർത്തിട്ടൊക്കെ അവർ വരുന്നു പറയാണ്. അങ്ങനെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോ ഡോർ തുറക്കുന്ന സൗണ്ട് കേൾക്കാണ്. നോക്കുമ്പോൾ നമ്മുടെ ഹാൽ ജോർഡനും വണ്ടർ വുമണും അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വന്ന ഉടനെ തന്നെ ഡോർ തുറന്നിട്ട് വണ്ടർ വുമൺ നീ പേടിക്കണ്ട ബ്രൂസ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ വന്ന ഉടനെ വണ്ടർ വുമൺ പറയാണ് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാം ഫ്രണ്ട്സാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജേസൺ ടോഡും ബാറ്റ്മാനും പറയാണ് ഫ്ലാഷും നിങ്ങളുടെ ഫ്രണ്ടായിരുന്നില്ലേ, അവനെ നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അവരും അത് വിട്ടേക്ക്, അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു, നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നീ ഞങ്ങളുടെ കൂടെ ചേർന്നേക്കെന്ന് പറയാണ് ഹാൽ ജോർഡൻ. അപ്പോൾ തന്നെ ബാറ്റ്മാനും ഞങ്ങളതിന് തയ്യാറായില്ലെങ്കിൽ എന്ന് ചോദിച്ചിട്ടും എങ്കിൽ പിന്നെ നിങ്ങളുടെ വഴിക്ക് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് അവർ രണ്ടുപേരും ചേർന്ന്.
അങ്ങനെ ഗ്രീൻ ലാൻഡൻ റിങ് യൂസ് ചെയ്തിട്ട് അവരെ എല്ലാവരും കെട്ടി ചുറ്റി വെക്കാണ് നമ്മുടെ ഗ്രീൻ ലാൻഡൻ. അപ്പം തന്നെ ബാറ്റ്മാൻ ഡയറക്റ്റായിട്ട് വണ്ടർ വുമനായിട്ട് ഫൈറ്റിന് പോവാണ്. വണ്ടർ വുമൺ അപ്പം തന്നെ പറയാണ്, ബ്രൂസ് എന്നെ നിനക്ക് ഒരിക്കലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ്. അപ്പം തന്നെ എന്നാൽ പിന്നെ അത് നോക്കിക്കളയെന്ന് പറയാണ് ബാറ്റ്മാനും. ഉടനെ തന്നെ വണ്ടർ വുമൺ അവിടെ ലോസ് ഓഫ് ട്രൂത്ത് വെച്ചിട്ട് ബാറ്റ്മാനെ കെട്ടി ചുറ്റി വെക്കുകയാണ്. അപ്പം തന്നെ ഇതിനു വേണ്ടി തന്നെ ഞാൻ കാത്തിരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ബാറ്റ്മാൻ ജേസൺ നൗ എന്ന് പറഞ്ഞതും വണ്ടർ വുമൺ ബാറ്റ്മാൻ്റെ മേത്ത് കെട്ടിയിരിക്കുന്ന ആ ലോസ് ഓഫ് ട്രൂത്തിൻ്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു പവർഫുൾ ലൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ അത്രയും വെളിച്ചം ഈ വാമ്പയർ ആയിട്ടുണ്ടായിരുന്ന വണ്ടർ വുമണിന് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവളുടെ ശരീരം മൊത്തം കത്തി ജ്വലിക്കാൻ തുടങ്ങാണ്. അപ്പം തന്നെ നമ്മുടെ ബാറ്റ് ഫാമിലി മെമ്പേഴ്സ് ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ ഇവിടെ ഇരിക്കടെ കള്ളം നായ്ക്കളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ ലാൻഡനെയും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങാണ് ജേസൻ്റോടും ഗ്രീൻ ആരോയും ചേർന്ന്. അങ്ങനെ വണ്ടർ വുമൻ്റെ ബോഡി കത്തിക്കൊണ്ടു ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ടിം ഡ്രേക്ക് ചോദിക്കുകയാണ്, ഇത് വെച്ചിട്ട് അവളെ നമുക്ക് തടയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതും ബാറ്റ്മാൻ അവളൊരു ഹാഫ് ഡെമിഗോഡാണ്, അവളെ തടയാൻ ഇതിലും വലിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നീ പറയാമെന്ന് പറയാണ്. ഉടനെ തന്നെ ഇറ്റ്സ് ഇനഫ് എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ ഗ്രീൻ ലാൻഡൻ അവരെ എല്ലാവരും വീണ്ടും ഇവിടെയുള്ള കൺസ്ട്രക്ഷൻ വെച്ച് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ബാറ്റ്മാൻ ആൽഫ്രഡ് നൗ എന്ന് പറഞ്ഞതും ഉടനെ തന്നെ ഒരു ലൈറ്റ് പവർഫുൾ ലൈറ്റ് വെപ്പൺ യൂസ് ചെയ്തിട്ട് ആ ഗ്രീൻ ലാൻഡൻ്റെ റിങ്ങുള്ള കൈ തന്നെ വെട്ടി അരിഞ്ഞെടുക്കുകയാണ് നമ്മുടെ ആൽഫ്രഡ്. അങ്ങനെ ഇപ്പോൾ അവരെ രണ്ടുപേരും ആ ലൈറ്റിൻ്റെ അടിയിലെടുത്തിട്ട് ഇൻ്റർഗേഷൻ ചെയ്യാണ് ഇവർ. എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ നമ്മുടെ ഗ്രീൻ ആരോ ചോദിച്ചതും നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി, നിങ്ങളിനി ജയിക്കാൻ പോകുന്നില്ല, എല്ലാം ഞങ്ങളുടെ ആയി കഴിഞ്ഞു. താങ്ക്സ് ടു ബാറ്റ്മാൻ, നിന്നോടാണ് നന്ദി പറയേണ്ടത്. നീ കാരണം ഇപ്പോൾ സൂപ്പർമാൻ ഞങ്ങളുടെ പക്കലാണുള്ളത്. ഇനി ഞങ്ങളെ തടയാൻ ആർക്കും പറ്റില്ല. കൃത്യസമയമാകുമ്പോൾ ഞങ്ങളുടെ സിഗ്നൽ വരും, ഞങ്ങളുടെ നാഥൻ പുറത്ത് വരുമെന്ന് പറയാണ്. അപ്പോൾ തന്നെ ബാറ്റ്മാൻ ബാക്കി ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്യും, അവരെല്ലാം വാൺ ചെയ്യണമെന്ന് പറയാണ് ബാറ്റ്മാൻ. പിന്നെ അവൻ നല്ല ദേഷ്യത്തിലാണ്, ഒലിവറിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് പറയാണ്. അതേസമയം നമ്മുടെ ഒലിവർ ഗ്രീൻ ലാൻഡൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അങ്ങനെ പുള്ളി പറയാണ്, ഹാൽ സഹോദര നീ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ ഇപ്പോഴും ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ എനിക്ക് രക്ഷിക്കണം എന്ന് പറയാണ്. അപ്പോൾ തന്നെ ഹാൽ ജോർഡനും ഞാനുണ്ട്, ഇത് ഞാൻ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നീയും എൻ്റെ കൂടെ ചേർന്നേക്ക്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് മുന്നേറാമെന്ന് പറഞ്ഞതും നിന്നെ ഞാൻ രക്ഷിക്കാം, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു വെപ്പൺ എടുത്തിട്ട് ആ ഗ്രീൻ ലാൻഡൻ്റെ നെഞ്ചത്തൂടെ തന്നെ കുത്തി ഇറക്കാണ് നമ്മുടെ ഗ്രീൻ ആരോ. അങ്ങനെ ഇത് കണ്ടത് നമ്മുടെ വണ്ടർ വുമൺ നോ എന്ന് പറഞ്ഞ് നിലവിളിക്കാണ്. അതേസമയം ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആക്വാമാനെ ഇപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂ നമ്മുടെ ബാറ്റ്മാൻ. ഉടനെ തന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമ്മുടെ ബാറ്റ്മാൻ ചോദിച്ചതും അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവനെ എനിക്ക് രക്ഷിക്കാൻ വേറെ വഴിയില്ല, ഇതേ ഉള്ള ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ ആരോ അവിടെ നടന്നു പോവാണ്. അപ്പം തന്നെ നമ്മുടെ ബാർബറ ഗാർഡൻ ബാറ്റ്മാനെ വിളിക്കുകയാണ്. കാരണം ഈ വാമ്പയേഴ്സിൻ്റെ ഒക്കെ കിങ് ആരാണെന്ന് അവർക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തപ്പിയായിരുന്നു നമ്മുടെ ബാർബറ ഗാർഡൻ പോയത്. അങ്ങനെ അത് ജോക്കർ ആണെന്നുള്ള രീതിക്കുള്ള ലീഡ്സ് ആയിരുന്നു അവർക്ക് കിട്ടിയത്. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ജോക്കർ അല്ലായിരുന്നു, ജോക്കർ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്. അങ്ങനെ അവൾ പറയാണ്, ബാറ്റ്മാൻ നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആരോ ആണ് ആ വാമ്പയർ കിങ്, അത് കാരണമാണ് നമ്മളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫോൾസ് ലീഡ് അവർ വെച്ചതെന്ന് പറയാണ്. അങ്ങനെ ഇതും മനസ്സിലാക്കിയത് നമ്മുടെ ബാറ്റ്മാൻ ബാക്കിയുള്ള മെമ്പേഴ്സിനോട് ആ വാമ്പയർ കിങ്ങിനെ കിട്ടി, അത് ജോക്കറാണെന്ന് പറയാണ്. ഓട്ടനെ തന്നെ പുള്ളിയുടെ പിന്നിന്ന് പുള്ളിയുടെ ചങ്കത്തൂടനെ കൈ കയറ്റി ഇറക്കാണ് നമ്മുടെ നൈറ്റ് വിങ്. എന്നിട്ട് അച്ഛാ ഇനിയെങ്കിലും നിങ്ങളുടെ കള്ളം പറച്ചിൽ നിർത്തിക്കൂടെ എന്ന് പറയാണ് നമ്മുടെ നൈറ്റ് വിങ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ വാമ്പയേഴ്സിൻ്റെ കിങ് തന്നെ നൈറ്റ് വിങ് ആണെന്ന്. ഉടനെ തന്നെ നമ്മുടെ മൊത്തം ബാറ്റ് ഫാമിലി ആ നൈറ്റ് വിങ്ങിനെ എതിർക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അവർക്കൊന്നും അവന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ നമ്മുടെ ഡാമിയനും ഫാദർ പോകരുത് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. അതേസമയം നൈറ്റ് വിങ് ബാറ്റ് ഗേളുടെ കൈ ഒട്ടിച്ച് തിരിച്ചു കളയാണ്. ആൽഫ്രഡും ടിം ഡ്രേക്കും ചേർന്നിട്ട് അവിടുന്ന് ഡാമിയൻ്റെയും ബാറ്റ്മാൻ്റെയും ബോഡിയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ആൽഫ്രഡ് ആ ഹാർബറിൽ നിന്ന് ഒരു സബ്മറീനിലേക്ക് കയറാണ്. അങ്ങനെ ഈ ടൈം കൊണ്ട് നമ്മുടെ ടിം ഡ്രേക്ക് നൈറ്റ് വിങ്ങിനെ എതിർത്ത് നിൽക്കുകയാണ്. പക്ഷേ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ഡാമിയൻ അങ്ങോട്ട് വരികയാണ്. എൻ്റെ അച്ഛനെ തൊടുന്നോളാന്ന് പറഞ്ഞിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടും ഒരറ്റാക്ക് അടുക്കി അവനെ കടിച്ച് അവിടെ ഇരുത്തുകയാണ് നമ്മുടെ നൈറ്റ് വിങ്. ഉടനെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ ബാറ്റ്മാൻ്റെയും ബാട്ടിക്കൊണ്ട ബാക്കി മെമ്പേഴ്സിൻ്റെയൊക്കെ ബോഡീസ് ആ സബ്മറീനിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റെഡ് ഹുഡും ഗ്രീൻ ആരും ആൽഫ്രഡും ചേർന്നിട്ട്. അപ്പോൾ തന്നെ അവൻ ആരെങ്കിലും തടഞ്ഞു നിർത്തണം, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെഡ് ഹുഡ് പോവാണ്. അങ്ങനെ റെഡ് ഹുഡ് നൈറ്റ് വിങ്ങിന് നേരെ ചാടി വീഴാണ്. അപ്പോൾ തന്നെ നൈറ്റ് വിങ് പറയാണ്, ഞാൻ മനുഷ്യനായിരുന്നപ്പോൾ പോലും നിനക്ക് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല,
പിന്നെയാണോ ഇപ്പോഴെന്ന് ചോദിച്ചിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ തന്നെ റെഡ് ഹുഡ് പറയാണ്, അത് നിൻ്റെ തെറ്റിദ്ധാരണയാണ്. നീ എൻ്റെ സഹോദരനായതുകൊണ്ട് മാത്രം ഞാൻ ഹോൾഡ് ബാക്ക് ചെയ്തതാണ്. എൻ്റെ ശക്തി എന്താണെന്ന് നീ ഇപ്പം കാണാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടിച്ച് ഒട്ടിക്കാൻ തുടങ്ങാണ് നൈറ്റ് വിങ്ങിനെ നമ്മുടെ റെഡ് ഹുഡ്. അങ്ങനെ റെഡ് ഹുഡ് നൈറ്റ് വിങ്ങിനെ അടിച്ച് അവിടെ ഒരു കമ്പിൽ കുത്തി നിർത്തിയിട്ട് പറയാണ്, ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വീക്കാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ എൻ്റെ തെറ്റാണ് നിന്നെ വീക്കാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതൊന്നും പോരല്ലോ മോനെന്ന് പറഞ്ഞതു ഉടനെ തന്നെ ബാക്കിൽ നിന്ന് നമ്മുടെ വണ്ടർ വുമൺ ആ കെട്ടൊക്കെ പൊട്ടിച്ച് നമ്മുടെ റെഡ് ഹുഡിനെ ചാടിക്കടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റെഡ് ഹുഡിന് കടി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ പുള്ളി പറയാണ്, നീ പേടിക്കണ്ട, നീ ഇനി ഞങ്ങളിലൊരുത്തനാവും. നീ ഇപ്പം ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ബ്ലഡ് ഒന്ന് കുടിച്ചാൽ മാത്രം മതി എന്ന് പറയാണ്. അപ്പം തന്നെ ആ പശനായി കിടക്കുന്ന റെഡ് ഹുഡിൻ്റെ വായിലേക്ക് വണ്ടർ വുമൻ്റെ ബ്ലഡ് ഇറക്കുകയാണ് അവൻ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രീൻ ആരോയുടെ അമ്പ് വന്നിട്ട് ജേസൺ ടോഡിൻ്റെ ഉള്ളിൽ കൂടെ തറച്ചങ്ങ് കയറുകയാണ്. എന്നിട്ട് പറയാണ്, കഴിഞ്ഞു, ഇനി നമുക്ക് പോവാം ആൽഫ്രഡ് എന്ന് പറയാണ് ആ സബ്മറൈൻ്റെ ഉള്ളിലുള്ള ഒലിവർ ക്വീൻ. അങ്ങനെ നമ്മുടെ ജേസൺ ടോഡിനെ ഇപ്പോൾ കൊന്നിരിക്കുകയാണ്. കാരണം അവനെ രക്ഷിക്കാൻ ഇനി അതേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നൈറ്റ് വിങ്ങും വണ്ടർ വുമനും പറയാണ്, അവനില്ലെങ്കിൽ എന്താ, ആ കുട്ടിച്ചാത്തൻ ഡാമേൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ നൈറ്റ് വിങ് പറയാണ്, നീ ഇവിടെ നമ്മൾ റൂൾ ചെയ്യും, ഈ രാജ്യം നമ്മളുടെ ഭരണത്തിൽ വരും. അത് പറയുമ്പോൾ തന്നെ സൂപ്പർമാൻ മൊത്തം വൈറ്റ് ഹൗസ് ഇടിച്ച് തകർക്കുകയാണ്. മനുഷ്യന്മാരുടെ ജീവാധാരമായിട്ടുള്ള കാടുകൾ നമ്മൾ ഇല്ലാതാക്കും. അതേസമയം മൊത്തം കാടുകളും ഫയർസ്ട്രോമും കത്തിച്ച് ചാമ്പലാക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാജിക്കൽ ഹീറോസിനാണ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പറയാണ്, ഹീറോസ് അവർ എന്താണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിയുന്നതിന് മുമ്പേ തന്നെ അവർ തോറ്റു കഴിഞ്ഞു. ഇത് നമ്മളുടെ ലോകമാണെങ്കിൽ ഇരുട്ടിനെ ഇനി ഒരിക്കലും ഇവിടുന്ന് തുറച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് മൊത്തം ഭൂമിയെ ഇരുട്ട് വീഴുന്നാൻ തുടങ്ങാണ്. അങ്ങനെ അവിടെ നമ്മുടെ നൈറ്റ് കിങ് ദ വാമ്പയർ കിങ് നിന്നുകൊണ്ട് പറഞ്ഞാണ്, ഇനി ഇത് നമ്മളുടെ ലോകം, എറ്റേണൽ ഡാർക്ക്നെസ് ഇനി ഇവിടുന്ന് വിട്ടൊഴിയില്ലെന്ന് പറയാണ്. അങ്ങനെ അവിടെ ഇഷ്യൂ തീരുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ വാമ്പയേഴ്സ് നമ്മുടെ സൂപ്പർമാനെ അവരുടെ കൈക്കലാക്കി കഴിഞ്ഞു. ബാറ്റ്മാനെ കൊന്നു കഴിഞ്ഞു. ഹ്യൂമൻസിൻ്റെ അവസാന ഹെവി ഹീറ്ററായിട്ടുണ്ടായിരുന്ന സൂപ്പർ ബോയിനെ നമ്മുടെ വാമ്പയറായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഷസാമും വണ്ടർ വുമണും കൂടി കീറി നടു പിളർന്ന് കീറി കൊന്നളഞ്ഞു. മൊത്തം കാടുകളും അവർ കത്തിച്ചു കളഞ്ഞു. കടൽ അവർ വറ്റിക്കാൻ തുടങ്ങി. ആകാശം തന്നെ ആ ഒരു ഡാർക്ക്നെസ് കൊണ്ട് നിറച്ചു. ഈ മൊത്തം പ്ലാനറ്റ് തന്നെ അവരുടെ കൈക്കലായി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാങ് ഒരു വലിയ കോൺവോയ് ആയിട്ട് വണ്ടികളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പോകുന്നതിൻ്റെ വൈക്ക് തന്നെ അവർ പറയുന്നുണ്ട്, ഹ്യൂമാനിറ്റിയുടെ അവസാന ഹോപ്പ് നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്, അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ സേഫ് ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിലുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഒരു ഡിസ്ട്രസ് സിഗ്നൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ള ആരെങ്കിലും അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് അവരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ ആ വണ്ടിയിലുണ്ടായിരുന്ന വേറൊരു ക്യാരക്ടർ താൻ ആർക്കാടോ ഈ മെസ്സേജ് അയക്കുന്നതെന്ന് ചോദിച്ചതും, ഞാൻ അയക്കുന്നത് നമ്മുടെ ഭൂമിയിലേക്ക് മാത്രമല്ല മൊത്തം കോസ്മോസിലേക്കാണ് ഈ സിഗ്നൽ അയക്കുന്നത്. ചിലപ്പോൾ ഗ്രീൻ ലാൻഡേഴ്സ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ തന്നെ ആ പുള്ളി പറയാണ്, താൻ എന്ത് തേങ്ങയാണോ ഈ പറയുന്നത്, മൊത്തം ഗ്രീൻ ലാൻഡേഴ്സിനെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് അവന്മാർ ഇവിടെ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ തന്നെ അവരുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബോൺസ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ, നിങ്ങളുടെയൊക്കെ തറക്കം നിർത്തിക്കോ, പണി വരുന്നുണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അവരുടെ ആ കോൺവോയുടെ മുമ്പിൽ ഒരുപാട് കാറുകളും വണ്ടികളൊക്കെ കത്തിക്കരിഞ്ഞ് നിൽക്കുകയാണ്. അതേസമയം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കില്ലർ ഫ്രോസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ആ മൊത്തം തീയോ അണച്ചിട്ട് ആ കാറുകളൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പീസ് മേക്കറും അവൻ്റെ മെമ്പേഴ്സൊക്കെ ആ കാറുകളൊക്കെ അവിടെ നിന്ന് തള്ളി മാറ്റാൻ നോക്കുകയാണ്. അപ്പം തന്നെ അവിടുന്ന് എന്തോ അനങ്ങുന്ന പോലെ അവർ നോക്കുകയാണ്. അപ്പം തന്നെ പീസ് മേക്കർ ഇത് എന്നാ തേങ്ങയാണ്, ഇത് വല്ല എലിയോ പാമ്പോ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. കൃത്യം അതേപോലെ തന്നെ ഒരു പാമ്പ് അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് വേറെ ഒന്നുമല്ല, പ്ലാസ്റ്റിക് മാൻ ആണെന്ന്. അങ്ങനെ ഈ പ്ലാസ്റ്റിക് മാനെ കണ്ടത് പീസ് മേക്കറും ഇവനും ഇപ്പോൾ ആ വാമ്പയറായി മാറിയെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ബോൺസ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ എല്ലാം പ്രൊട്ടക്ട് ചെയ്തോ, പക്ഷെ ആ വണ്ടിയിലുള്ള ആ സാധനം മാത്രം ഇവന്മാർ തൊടാൻ സമ്മതിക്കരുതെന്ന് പറയാണ്. അപ്പം തന്നെ നിന്നെക്കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാമ്പയറായി മാറിയിട്ടുണ്ടായിരുന്ന വണ്ടർ വുമൺ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം തന്നെ നമ്മുടെ പീസ് മേക്കറും പുള്ളിയുടെ ഗണ്ണ് വെച്ച് ഫയർ ചെയ്തുകൊണ്ട് തന്നെ, പേടിക്കണ്ട വണ്ടർ വുമണാ, ഇവിടെ നമ്മളെ കൊണ്ട് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നൊക്കെ പറയാണ്. അപ്പം തന്നെ ഉറപ്പാണോടാ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിൽ നമ്മുടെ ഫയർസ്ട്രോമും ബാക്കിയുള്ള ആ വാമ്പേഴ്സും അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ ആ കാറ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൂടി പറയാണ് അവരുടെ കയ്യിലുള്ളത്. അതേസമയം നമ്മുടെ കില്ലർ ഫ്രോസ്റ്റ് ഹീറ്റ് വേവുമായിട്ട്, അതായത് വാമ്പയറായി മാറിയിട്ടുള്ള ഹീറ്റ് വേവുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാമ്പയറായിട്ട് മാറിയിട്ടുള്ള ഹീറ്റ് വേവ് പറയാണ്, നിന്നെ ഇങ്ങനെ കത്തിക്കണമെന്ന് ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ നമ്മുടെ കില്ലർ ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിൻ്റെ തീ പോരാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കില്ലർ ഫോഴ്സ് ഫൈറ്റ് ചെയ്യുന്നത്.
എന്നാൽ ഈ തീ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫയർ സ്ട്രോം ബാക്കിൽ നിന്ന് വന്ന് പുള്ളിക്കാരത്തിനെ കത്തിച്ച് ചാമ്പലാക്കി. അപ്പോൾ തന്നെ നമ്മുടെ പീസ് വേക്കറും ബാക്കി ഗ്യാങ്ങും ഇവക്കൊക്കെ പുണ്യവെള്ളം തളിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹോളി വാട്ടർ എടുത്തിട്ട് അവരുടെ മേലേക്ക് അങ്ങ് തെളിച്ചു കൊടുക്കുകയാണ്. അവർ പത്തറിപ്പോവാണ്. അങ്ങനെ റേവൺ അവരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വാമ്പയറായി മാറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ പ്ലാസ്റ്റിക് മാൻ കടിച്ചിട്ട് റേവണിയും ഒരു വാമ്പയറായി മാറ്റുകയാണ്. അങ്ങനെ ഇവരൊക്കെ നിരന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ പീസ് മേക്കർ പറയാണ്, എടോ ബോൺമാനെ തൻ്റെ കയ്യിൽ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ പുള്ളിയും പറയാണ്, എൻ്റെ കയ്യിൽ ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാനൊന്നുമില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാണ്, നിങ്ങളുടെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഹോണറായിട്ട് ഞാൻ കരുതുന്നു എന്ന് പറയാണ്. എന്തോ പുള്ളി മനസ്സിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവരവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരെ ഫയർ സ്ട്രോമിൻ്റെ ആ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പുള്ളി കയറി നിൽക്കുകയാണ്. അങ്ങനെ ആ ഫയർ സ്ട്രോമും താൻ എന്താണ് മണ്ടറാണോ, തനിക്ക് ചാവാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണോ പൊട്ടത്തരൊക്കെ ചെയ്യുന്നത്, എൻ്റെ മുമ്പിൽ ഡയറക്റ്റായിട്ട് കയറി വരികയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ബാക്കിൽ ഒരു ഹുഡും വാളും പിടിച്ചുകൊണ്ട് ഒരു ക്യാരക്ടർ നിൽക്കുകയാണ്. ഉടനെ തന്നെ ആ വാൾ വെച്ചിട്ട് ഫയർ സ്ട്രോമിൻ്റെ ചങ്കത്തൂടെ തന്നെ ഇറക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ബ്ലാസ്റ്റ് തന്നെ ക്രിയേറ്റ് ആവാണ്. കാരണം ഫയർ സ്ട്രോം അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ആ ബ്ലാസ്റ്റിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാം പൊട്ടി തകരാണ്. അവിടെയുള്ള വാമ്പേഴ്സൊക്കെ മറിഞ്ഞു പോവാണ് എങ്ങോട്ടേക്കോ. അങ്ങനെ ആ ഹുഡ് അയക്കാണ്. അത് വേറെ ആരുമല്ല, DC-യിൽ വണ്ടർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്വിൻസ് ഉണ്ട്, അതിലുള്ള ഒരു മെമ്പറാണത്. അതേസമയം ആ ബോൺസിൻ്റെ ആ തലയോട്ടി മാത്രം അവിടെ ഉണ്ട്. അങ്ങനെ ആ പുള്ളിയുടെ ആ തലയോട്ടി മാത്രം ഈ പെണ്ണിൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ പൊന്നു വെച്ച് നീ ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിൻ്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണമെന്ന് പറയാണ്. അപ്പം തന്നെ അവളും പറയാണ്, എൻ്റെ പേര് ജയാന, പക്ഷേ ഈ ബ്ലാസ്റ്റ് ആ വാമ്പേഴ്സിനൊന്നും ഒരുപാട് നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല, എനിക്ക് വണ്ടർ വുമണിനെ നേരിടാൻ പറ്റത്തുമില്ലെന്ന് പറയാണ്. അപ്പോൾ ആ ബോൺസും പറയാണ്, ആ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിലുള്ള കാറ്, അതിൽ ഏറ്റവും ആംഡ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്, അതെടുത്തിട്ട് വേഗം ഈ സ്ഥലം വിടാൻ വേണ്ടി പറയാണ്. അങ്ങനെ ആ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ബോൺസിൻ്റെ തല മാത്രം ഈ പെണ്ണിൻ്റെ അടുത്ത്, നീ ആരാണ്, എന്താണ് നീ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ആ പെണ്ണും പറയാണ്, മൊത്തം സിറ്റിയും എല്ലാവരും ഇല്ലാതായി, ആ ഹെൽപ്പ് ആവശ്യമുള്ള ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്, പക്ഷേ എനിക്ക് ആരും നിന്നെ കാണാൻ പറ്റിയില്ല എന്ന് പറയാണ്. മാത്രമല്ല എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടുള്ള ഒരാളെയും എനിക്ക് നഷ്ടപ്പെട്ടെന്ന് പറയാണ്. മിക്കവാറും അത് അവളുടെ ആ വണ്ടർ കിഡ്സ്, അതായത് ട്വിൻസ് ആണല്ലോ, അവളുടെ ആ ബ്രദറിനെ ആയിരിക്കും. അപ്പോൾ തന്നെ ആ ബോൺസും പറയാണ്, നീ എന്തൊക്കെയായിരുന്നു തളരരുത്, നമുക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാം ജീവൻ കളഞ്ഞിട്ടുള്ളത്, അവരുടെ ത്യാഗത്തിന് നമ്മൾ എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കണം, അത് നമ്മളെക്കൊണ്ട് പറ്റുന്നു പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി മരിക്കുകയാണ്. പക്ഷേ പുള്ളി സ്ഥലത്ത് എത്തിച്ചിട്ടായിരുന്നു മരിച്ചത്. അങ്ങനെ ഇവള് ഒരു തടാകത്തിന് മുമ്പിൽ പോലെ മൊത്തം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു തടാകത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ അവളും പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഒരു തേങ്ങയില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഇവൾ അവിടെ നിൽക്കുന്നത് ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വന്ന് നോക്കുകയാണ്. വേറെ ആരുമല്ല, ദ കില്ലർ ക്രോക്കാണ്. അങ്ങനെ ഇവള് കില്ലർ ക്രോക്കിനെ കണ്ടതും, ഉന്നാര മോനെ മുതലയുടെ മോനെ എൻ്റെ അടുത്തോട്ട് വരരുതെന്ന് പറഞ്ഞതും കില്ലർ ക്രോക്ക് പാസ്വേഡ് എന്ന് പറയാണ്. അപ്പോൾ തന്നെ അവളും പറയാണ്, ഇവിടെ ഒരു പാസ്വേഡ് ഉണ്ടെന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ അവളും പറയാണ്, മിസ്റ്റർ ബോൺസ് ആണ് എന്നോട്ട് പറഞ്ഞു വിട്ടത്. വെറും മിസ്റ്റർ ബോൺസ് അല്ല, ഡയറക്ടർ ബോൺസ്, അങ്ങനെ ആദ്യത്തെ പേരെന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് അവൾ. അപ്പോൾ തന്നെ കില്ലർ ക്രോക്കും, എന്നാൽ പിന്നെ ഇത് നിനക്ക് ആദ്യം അങ്ങ് പറഞ്ഞുവിടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ തന്നെ കില്ലർ ക്രോക്കും എന്തോ ഒരു ഡപ്പ പോലത്തെ ഒരു സാധനം എടുത്തിട്ട് അവളുടെ നേർക്ക് നീട്ടുകയാണ്. അങ്ങനെ ഇത് കണ്ടു, ഇതെന്ത് തേങ്ങ, ഈ സാമാനം ഞാൻ കുടിക്കണം എന്ന് പറയാണ്. ഉടനെ തന്നെ കില്ലർ ക്രോക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡപ്പയുടെ ഉള്ളിൽ നിന്ന് ഒരു ക്യാരക്ടർ പുറത്തോട്ടേക്ക് വരികയാണ്. ഉടനെ തന്നെ, നീ ആരാണ്, മിസ്റ്റർ ബോൺസ് എവിടെ, നിങ്ങളുടെ ആ മിഷൻ എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അവളും പറയാണ്, അവരെല്ലാം മരിച്ചു, ഫയർ സ്ട്രോമിനെ കൊന്നു, പക്ഷേ അവരാരും രക്ഷിക്കാൻ പറ്റിയില്ലെന്ന് പറയാണ്. അങ്ങനെ ആ ക്യാരക്ടറും, ശരി അവരുടെ മിഷൻ എന്തായി, അവളെ നിങ്ങൾ കൊണ്ടുവന്നൊക്കെ ചോദിച്ചിട്ട് ഇവൾ വന്നിരിക്കുന്ന ആ കാറിൻ്റെ അടുത്തേക്ക് അവൻ ഓടിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവളും, ആരുടെ കാര്യം നീ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഡിക്കി തുറന്ന് നോക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് വേറെ ആരുമല്ല, സൂപ്പർ ഗേൾ ആയിരുന്നു. അങ്ങനെ സൂപ്പർ ഗേളെ കണ്ടത് ഇവള്, നീയൊക്കെ എന്നടാ കളിക്കാണോ, പെണ്ണുമ്പോൾ ഇത്രയും നേരം ആ കാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നെന്ന് ദേഷ്യപ്പെട്ട അവൾ പറയാണ്. അപ്പോൾ തന്നെ ആ മുമ്പിലുള്ള പുള്ളിയും, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ മിഷൻ തന്നെ പറയാണ്. അങ്ങനെ കില്ലർ ക്രോക്ക് സൂപ്പർ ഗേളിനെ പൊക്കിയെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ പെണ്ണും, നിനക്ക് ഇത്രയും ശക്തികളൊക്കെ ഇല്ലടി, അത്രയും വലിയൊരു ഫൈറ്റ് അവിടെ നടക്കുമ്പോൾ നീയൊക്കെ എന്ത് പഴം വിഴുങ്ങിയിരിക്കുകയായിരുന്നു, ആ പുറത്തിറങ്ങി ഫൈറ്റ് ഇരുന്നെങ്കിൽ അവർ ചാവത്തെങ്കിലും ഇല്ലായിരുന്നു എന്ന് പറയായിരുന്നു. അപ്പോൾ തന്നെ ആ ക്യാരക്ടറും പറയാണ്, ഇവിടെ സണ്ണില്ല, അതുകൊണ്ട് സൂപ്പർ ഗേളും ഇല്ല, അവളിപ്പോൾ വെറും കാരയാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഇവളും പറയാണ്, എന്നാ തേങ്ങയ്ക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, അവൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും പേര് ജീവൻ കൊടുത്തിട്ട് അവളെ രക്ഷിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ക്യാരക്ടറും, അതൊക്കെ പറയാം, ഒരുപാടുണ്ട്, ആദ്യം നിങ്ങളെ രണ്ടുപേരും ഈ സിറ്റിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ കില്ലർ ക്രോക്കിൻ്റെ കയ്യിലുള്ള ആ ഡപ്പ നീട്ടുകയാണ്. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ ഒരു സിറ്റി ഉണ്ട്, മാജിക്കലി എല്ലാവരും അതിൻ്റെ ഉള്ളിലുള്ളതാണ്. ആക്ച്വലി ദ കാണ്ടോർ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മുടെ ബ്രെയിനിയാക്കിനുള്ളൊരു സ്വഭാവമാണ് ഓരോ പ്ലാനറ്റ്സിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ മെയിൻ സിറ്റീസിനെയൊക്കെ ഒരു ജാറിലാക്കി വെക്കുന്ന പരിപാടി. അങ്ങനെ ക്രിപ്റ്റോണിയൻസിൻ്റെ ഒരു സിറ്റിയാണ് ഈ കാണ്ടോർ എന്ന് പറയുന്നിട്ടുള്ളത്. അങ്ങനെ അതാണ് ഇപ്പോൾ ആ ജാറിൽ നമ്മുടെ കില്ലർ ക്രോക്കിൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ മാജിക്കലി ആ ചെറിയ ആ കാണ്ടോറിൻ്റെ ഉള്ളിലേക്ക് അവർ കയറുകയാണ്. അങ്ങനെ അവിടെ എത്തിയതും ജയനോട് അവൾ പറയാണ്, വെൽക്കം ടു കാണ്ടോർ ഡയാന, ദ ലാസ്റ്റ് സിറ്റി ഓഫ് ക്രിപ്റ്റോൺ. മാത്രമല്ല നീ ഇപ്പോൾ ഒരു റിവറിൻ്റെ ഉള്ളിൽ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലാണുള്ളത്, ഇപ്പോൾ തൽക്കാലം ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ അവിടെ എത്തിയതും നമ്മുടെ കാര്യമാണെങ്കിൽ, നമ്മളിപ്പോൾ എവിടെയാണുള്ളത്, കാണ്ടോറിൽ, ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി കാണ്ടോറിയൻസ് ഒക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ക്യാരക്ടറും പറയാണ്, ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, ബാക്കിയിലൊക്കെ റെഫ്യൂജീസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ, പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല,
ഇവിടെയുള്ള എല്ലാ ക്രിപ്റ്റോണിയൻ കാൻഡോറിയൻസിനെയും വണ്ടർ വുമണും ഗോഡ് മജസ്റ്റിക് ഷസാമും കൂടി ചേർന്ന് കൊന്നു കളഞ്ഞു എന്ന് പറയാണ്. നിനക്ക് വേണ്ടി ഉള്ളിലെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് പറയാണ്. അങ്ങനെ അവിടെയുള്ള മെമ്പേഴ്സൊക്കെ എന്തോ ഒരു പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഷീസ് ഹിയർ എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും തിരിഞ്ഞു നോക്കിയത് നമ്മുടെ സൂപ്പർ ഗേളിനെ കാണാണ്. അങ്ങനെ അവിടെ നമ്മുടെ ബാക്കി സർവൈവേഴ്സ് ആയിട്ടുള്ള എല്ലാ ഹീറോസും ഉണ്ട്. അങ്ങനെ ഇവരെ കണ്ടത് നമ്മുടെ കോൺസ്റ്റൻറ്റൈൻ പറയാണ്, അല്ല ഇവളൊക്കെ എന്തിനാ ഇതിൻ്റെ അകത്ത് കയറ്റിയെന്ന് നമ്മുടെ സൂപ്പർ ഗേളെ കൊണ്ടുവന്നിട്ടുള്ള ആ ജയനോട് നോക്കി പറയാണ്. അപ്പോൾ തന്നെ അവളും ഞാൻ 211 വാമ്പയേഴ്സിനെ കൊന്നിട്ടെന്ന് പറയാണ്. അപ്പോൾ തന്നെ അവനും എന്നാൽ കുഴപ്പമില്ല നീ കയറിക്കൊന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ ഇരുന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ഗ്രീനാരോ ഡോക്ടർ ഫേറ്റ്, ബിഗ് ബാഡാന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. അങ്ങനെ ഇവരൊക്കെ ഇനി എങ്ങനെ ഈ വാമ്പയേഴ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂപ്പർ ഗേൾ ഒരു കാര്യം പറയുന്നത്. ദ സൺ, സൂര്യനുണ്ടെങ്കിൽ ഈ വാമ്പയേഴ്സിനെയൊക്കെ നമുക്ക് ഡേ ലൈറ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. എനിക്ക് ആകാശത്തെത്തി സൂര്യനിൽ നിന്ന് റീചാർജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ആകാശത്തുള്ള സ്മോക്കെല്ലാം മാറ്റി സൂര്യ വെളിച്ചം ഭൂമിയിലേക്ക് പതിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേ ലൈറ്റ് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രീനാരെയും ബാക്കി മെമ്പേഴ്സും ഇനിയും നമുക്ക് ഒരു ഉറപ്പില്ലാത്ത ഒരു മിഷന് വേണ്ടിയിട്ട് ഇത്രയും പേരുടെ ജീവൻ റിസ്ക് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ ബാഡ് ഗേളും പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞതിലൊന്നും ഒരു ന്യായമില്ല. അവരെ ആ വാമ്പയേഴ്സിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ കിങ് ജീവനോടുള്ളിടത്തോളം കാലം, അവൻ വീഴാത്ത അത്രത്തോളം കാലം നമുക്ക് അവരെ ജയിക്കാനും പറ്റത്തില്ലെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ കോൺസ്റ്റൻറ്റൈൻ, വി ആർ ദ ഹെവി ഹിറ്റേഴ്സ് നൗ, ഭൂമിയുടെ അവസാന ഹോപ്പ് നമ്മുടെ കയ്യിലാണ്. പക്ഷേ ഒരു വഴി ഉണ്ടെന്ന് നമ്മുടെ കോൺസ്റ്റൻറ്റൈൻ പറയാണ്. എന്തായിരിക്കും കോൺസ്റ്റൻറ്റൈൻ പറഞ്ഞിട്ടുള്ള അവസാന ഒരേ ഒരു വഴി? എങ്ങനെയായിരിക്കും ഇവർ ആ വാമ്പയർക്ക് ഇങ്ങനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ സൂപ്പർമാനപ്പോൾ ഇനി തിരിച്ചു വരാൻ വല്ല ചാൻസും ഉണ്ടോ? നോക്കാം ഇനി വരുന്ന ഇഷ്യൂസ്.